ഹായ് ഓൾ. അപ്പൊ നമുക്ക് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ചാണ് പറയാനുള്ളത്. നമ്മുടെ ഒരു പേപ്പർ തന്നെയാണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു പേപ്പർ. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവസ്ഥയെ കുറിച്ചൊക്കെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെടുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രധാനമായിട്ടും പഠിക്കുന്ന ഒരു വിഷയമാണ് നമുക്കിതിൽ ഉള്ളത്. ഇതിൽ തന്നെ നമുക്ക് തുടങ്ങുന്നത് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഒരുപാട് കാലത്തെ പ്രയത്നം അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്ത് വന്നത്, നമുക്കറിയാം അല്ലെ. അപ്പൊ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ കുറിച്ചാണ് ഇന്നത്തെ ഒരു കണ്ടംപററി സൊസൈറ്റിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചുള്ള ഒരു പഠനമാണ് നമുക്ക് ഇതിലൂടെ നടത്താനുള്ളത്. അതിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് എങ്ങനെയാണ് ഭരണഘടന രൂപപ്പെട്ടു വന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. ഭരണഘടന രൂപപ്പെട്ടു വന്നതെന്ന് പറയുമ്പോൾ ഭരണഘടന വരുന്നത് 1950-ലാണ്, 1950-ലാണ് വരുന്നത്. അത് നമ്മുടെ ഒരു ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു 1600 മുതൽക്കുള്ള ഒരു ഹിസ്റ്ററി നമുക്ക് ഇതിൽ പഠിച്ചു വേണം. അപ്പൊ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമയത്ത്, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ അല്ലെങ്കിൽ കൊളോണിയൽ ചരിത്രമാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ബ്രിട്ടീഷുകാര് ഇന്ത്യയിലേക്ക് വരുന്നതും അങ്ങനെ അവര് ഇന്ത്യയിൽ എങ്ങനെയാണ് അവരുടെ സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തത്, അവരെങ്ങനെയാണ് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നത്, ആ ഭരണത്തിന്റെ ഭാഗമായിട്ട് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിച്ച് ഇന്ത്യയിൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതും അതിനുശേഷം ഒരു ഭരണഘടന ഉണ്ടാകുന്നതും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് നേഷനായിട്ട് അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫ്രീഡം മൂവ്മെന്റിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് അതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം നാഷണൽ മൂവ്മെന്റ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം. നാഷണൽ മൂവ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാഷൻ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു നാഷൻ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറിയതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ പറയാണ്ട് അതിന് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഇന്ത്യനെ ഒരു രാഷ്ട്രമാക്കിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രം എന്ന് പറഞ്ഞ വ്യവസ്ഥിതി നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്. അതിൽ ആദ്യമായിട്ട് പറയുന്നത് വെസ്റ്റേൺ ഇമ്പാക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസിനെയാണ് പറയുന്നത് വെസ്റ്റേൺ എന്ന്. ആ യൂറോപ്യൻസിന്റെ അല്ലെങ്കിൽ വെസ്റ്റേൺ പ്രധാനമായിട്ടും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ഇമ്പാക്ട്, ബ്രിട്ടീഷുകാരുടെ ഭരണം എങ്ങനെയാണ് ഇന്ത്യയിൽ മാറ്റം സൃഷ്ടിച്ചത്. രണ്ടാമതായിട്ട് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. പിന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, അപ്പൊ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട്, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ബർത്ത് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ഓഫ് നാഷണൽ മൂവ്മെന്റിൽ ഉള്ളത്. എന്തൊക്കെയാണ്? വെസ്റ്റേൺ ഇമ്പാക്ട് ഉണ്ട്, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഇമ്പാക്ട് ഉണ്ട്, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇമ്പാക്ട് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, പിന്നെ ബർത്ത് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. ഇതിൽ ഓരോന്നും എടുത്ത് പറയുമ്പോൾ നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വെസ്റ്റേൺ ഇമ്പാക്ട് എന്ന് പറയുന്നത്. എന്താണ് വെസ്റ്റേൺ ഇമ്പാക്ട് എന്ന് പറഞ്ഞാല്? അർണോൾഡ് ടോയിൻബി എന്ന് പറയുന്ന ഒരു സ്കോളർ, ഒരു ഹിസ്റ്റോറിയനൊക്കെ ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹം പറയുന്നത് വെസ്റ്റേണേഴ്സിന്റെ, അതായത് അവിടുന്ന് യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ ഒരുപാട് ഉണ്ടായിരുന്നു എന്നാണ്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവുക? നമ്മൾ യൂറോപ്യൻസിൽ നിന്ന് കണ്ടുപഠിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രധാനമായിട്ടും ഫ്രഞ്ച് റെവല്യൂഷന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നുള്ളത്. സമത്വം, സ്വാതന്ത്ര്യം എന്ന് തുടങ്ങിയ ആ ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു ആശയം. ആ ആശയമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിട്ട് നമ്മൾ പിന്നീട് എടുക്കുന്നത്. ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. അപ്പൊ അത് ഫ്രഞ്ച് റെവല്യൂഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ ഫ്രഞ്ചുകാരുടെ ഇൻഫ്ലുവൻസ് നമ്മൾക്ക് എന്തുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. അതിനെയാണ് വെസ്റ്റേൺ ഇമ്പാക്ട് എന്ന് ഉള്ളതുകൊണ്ട് ടോയിൻബി ഉദ്ദേശിച്ചത്. വെസ്റ്റേൺ അവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ ആ നാട്ടിലുണ്ടായിട്ടുള്ള
പല റെവല്യൂഷൻസും പല വിപ്ലവകരമായ മാറ്റങ്ങളും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള സ്വാധീനം കൊണ്ട് നമ്മുടെ നാട്ടിലും ഒരുപാട് സാമൂഹിക സാമുദായിക മുന്നേറ്റങ്ങൾ ഉണ്ടായി, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് ഉണ്ടായി. ഏതൊക്കെയായിരുന്നു? ബ്രഹ്മസമാജ്, ആര്യ സമാജ് തുടങ്ങിയ ഒരുപാട് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്, ഒരുപാട് സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഉണ്ടായി. അപ്പൊ അതെല്ലാം ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെയാണ് വെസ്റ്റേൺ ഇമ്പാക്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെസ്റ്റേൺ ആൾക്കാരെ നമ്മൾ അനുകരിച്ചുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള സമരങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് പറയാം. അടുത്തത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഇമ്പാക്ട്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഇമ്പാക്ട് എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേഷൻ ഭരണം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്, അവര് എന്താ പറയാ, സതി നിരോധന നിയമം കൊണ്ടുവന്നു. അപ്പൊ സതി എന്ന് പറയുന്ന ഒരു അനാചാരം എടുത്തു കളയാൻ വേണ്ടിയിട്ടുള്ള നിയമം, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഒരുപാട് കോമൺ ലോസ്, ക്രിമിനൽ ലോ ആയിക്കോട്ടെ, സിവിൽ ലോ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഏകീകൃത നിയമങ്ങൾ അവരിവിടെ കൊണ്ടുവന്നു. ഇതൊക്കെ നമ്മളിൽ ഒരു അവബോധം സൃഷ്ടിക്കുകയാണ്, നമ്മുടെ നാട്ടും കുറച്ചും കൂടെ ഒരു മാറ്റം വരണം എന്നുള്ള അവബോധം. അതിനാണ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. അതൊക്കെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് പറയുന്നത്. ഇനി വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്താണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെയാണ് നമ്മൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ നടപ്പിലാക്കിയ എന്താ പറയാ എഡ്യൂക്കേഷൻ സിസ്റ്റം, വിദ്യാഭ്യാസ രീതിയെ നമുക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്ന് പറയാം. അപ്പോ ഇംഗ്ലീഷുകാർ ഇവിടെ നടപ്പിലാക്കണം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പിലാക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരവരുടെ വിദ്യാഭ്യാസം, അവർക്ക് അറിവുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഇവിടെയുള്ള ഇന്ത്യക്കാര് അവരോട് വളരെ ലോയൽ ആയിരിക്കും, അല്ലെങ്കിൽ അവരോട് വളരെ എന്താ പറയാ കടപ്പെട്ടവരായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവരുന്നത്. പക്ഷെ സംഭവിച്ചത് എന്താ? നേരെ തിരിച്ചാണ്. ഇന്ത്യക്കാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പഠിപ്പിച്ചത് പഠിച്ചിട്ട് നമ്മളൊരു യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക, ഇന്ത്യൻ തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇന്ത്യയുടെ ഇടയ്ക്ക് ബ്രിട്ടീഷുകാർ എന്താണോ വിചാരിച്ചത്, ബ്രിട്ടീഷുകാരുടെ ലോയൽ ആയിട്ടുള്ള, ബ്രിട്ടീഷുകാരുടെ അനുസരിക്കുന്ന കുറെ ഇന്ത്യക്കാരെ സൃഷ്ടിക്കാമെന്ന് ബ്രിട്ടീഷുകാർ വിചാരിച്ചപ്പോൾ ഇന്ത്യയിൽ എന്താ സംഭവിച്ചത്? ഇന്ത്യൻ ബ്ലഡ് യുണൈറ്റ് ചെയ്യുകയാണ്, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ യുണൈറ്റ് ചെയ്യുകയാണ്. അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഉപയോഗിച്ചു. അതാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. നമുക്കറിയാം, ആദ്യകാലത്ത് ഉണ്ടായിരുന്ന പോലെ ബ്രിട്ടീഷുകാരാണ് ഇവിടെ വന്നിട്ട് റെയിൽവേ തുടങ്ങിയത്, റോഡ് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗത സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാരാണല്ലേ. അപ്പോ ഈ റെയിൽവേ ആയിക്കോട്ടെ, മറ്റ് സംവിധാനങ്ങളായിക്കോട്ടെ, അത് ഇന്ത്യക്കാർക്കും കൂടെ ഉപകാരപ്രദമാകാൻ തുടങ്ങി. ഒരു സ്ഥലത്ത് നിന്നുള്ള കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്തിലേക്ക് എത്തുന്നു, ഒരു ട്രേഡ് ആക്ടിവിറ്റീസിനൊക്കെ കൂടുതൽ ഉപകാരപ്രദമാകാൻ തുടങ്ങി. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, അതുവരെ അത്രത്തോളം ഇമ്പാക്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന കാര്യങ്ങളൊന്നും ഇന്ത്യയിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ കമ്മ്യൂണിക്കേഷൻ വലുതായപ്പോ, പ്രസ് വന്നപ്പോ, ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തും നടക്കുന്ന സംഭവങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് അറിയുകയാണ്, ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ അറിയുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഫ്രഞ്ച് റെവല്യൂഷൻ ആയിക്കോട്ടെ, ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക യുദ്ധങ്ങളൊക്കെ ഇന്ത്യയിൽ അറിയുന്നതും അതിന്റെ ഒരു ഇമ്പാക്ട് ഇന്ത്യയിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തത് ഈ പ്രസ്, അത് കമ്മ്യൂണിക്കേഷന്റെ ഡെവലപ്മെന്റ് ആയിരുന്നു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അവർ കൊണ്ടുവന്നു. നമ്മൾ അതിന്റെ ഗുണങ്ങൾ വളരെ പോസിറ്റീവായി തന്നെ എങ്ങനെ ഇന്ത്യക്കാരെ യുണൈറ്റ് ചെയ്യിക്കാം എന്ന രീതിയിൽ നമ്മൾ അതിന്റെ ഗുണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ന്യൂസ് പേപ്പർ വരാൻ തുടങ്ങി അല്ലെ. ന്യൂസ് പേപ്പറിന്റെ ഭാഗമായിട്ട് നാഷണൽ മൂവ്മെന്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരുപാട് പേപ്പേഴ്സ് വരാൻ തുടങ്ങി. അമൃത് ബസാർ പത്രിക, ദ മിറർ, അതുപോലെ ദ ഹിന്ദു പോലത്തെ, കേസരി പോലത്തെ ഒരുപാട് പത്രങ്ങൾ ഇന്ത്യയിൽ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഒരു സ്ഥലത്ത് നടക്കുന്ന വിവരങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് അറിയുകയും അങ്ങനെ ആളുകൾ തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടാവുകയും ഇതിലൂടെ സംഭവിച്ചു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഒരു പ്രധാന ഇമ്പാക്ട് ഇന്ത്യയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത് തന്നെ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, നമ്മളെ ചൂഷണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നത് അല്ലെ. 1600 ഒരു ട്രേഡിംഗ് കമ്പനി ആയിട്ട് അവർ വന്നു. അത് പിന്നീട് വളർന്ന് ഇന്ത്യയിൽ എന്തായി, ഇന്ത്യയെ ഭരിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് അവർ മാറി. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് അവരൊരു എന്താ പറയാ, നമ്മളെ സാമ്പത്തികമായിട്ട് ഒരുപാട് ചൂഷണം ചെയ്യാൻ തുടങ്ങി. ദാദാഭായ് നവറോജി അവരുടെ ചൂഷണത്തിനെ പറഞ്ഞിരുന്നത്, നമ്മുടെ സിന്ധു നദിയിൽ നിന്നുള്ള വെൽത്ത് എല്ലാം ഊറ്റിയെടുത്തിട്ട് അവരുടെ നദിക്കരയിൽ കൊണ്ടുപോയി പിഴിയുന്നു എന്നാണ്. സ്ക്യൂസിങ് ദ വെൽത്ത് ഫ്രം ഇന്ത്യ എന്നാണ് അവർ പറഞ്ഞിട്ട് ദാദാഭായ് നവറോജി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഡ്രെയിൻ തിയറി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു ഈ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇവിടെ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നത്? ദാദാഭായ് നവറോജിയുടെ തിയറി ഉണ്ട്, ഡ്രെയിൻ തിയറി. അതിലൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇന്ത്യയുടെ വെൽത്ത് ചൂഷണം ചെയ്ത് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞ സാമ്രാജ്യം വളർന്നത് എങ്ങനെയാണ് ഇന്ത്യ ചൂഷണം ചെയ്തിട്ടെന്ന്. അപ്പൊ ഈ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ആദ്യകാലങ്ങളിലൊക്കെ ഇന്ത്യ
ഇന്ത്യക്കാർ നിന്നു കൊടുക്കായിരുന്നു. ഇവിടുത്തെ പ്രിൻസിലി സ്റ്റേറ്റ്സ്, പ്രാദേശിക ഭരണകൂടങ്ങൾ അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പലതിനും കൂട്ടുനിന്നിട്ടൊക്കെ ഇവിടുത്തെ ഒരുപാട് വെൽത്ത് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. പിന്നെ ഇന്ത്യയെ പിഴിഞ്ഞെടുത്തുകൊണ്ട് തന്നെ ഇവിടുത്തെ അഗ്രികൾച്ചർ സെക്ടർ ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആയിക്കോട്ടെ, നമ്മുടെ റിസോഴ്സസ്, നമുക്കുള്ള റോ മെറ്റീരിയൽസ്, ഇതിനൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അവരുടെ ഇൻഡസ്ട്രീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പൊ ഈ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് ഇന്ത്യക്കാർ മനസ്സിലാക്കി തുടങ്ങി. അപ്പൊ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ ഒരു പ്രധാനപ്പെട്ട ആയുധമായി മാറി. ദെൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പ്രധാനമായിട്ട് പറയുന്നത് ബർത്ത് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പൊ 1885 1885 A.O. ഹ്യൂം, ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയത്, അല്ലെങ്കിൽ അത് ഫൗണ്ടഡ് ബൈ A.O. ഹ്യൂം ആണ് തുടങ്ങിയത്. അതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആണ് W.C. ബാനർജി. ഫസ്റ്റ് പ്രസിഡന്റ് W.C. ബാനർജി ആണ്. ആദ്യത്തെ പ്രിസൈഡ് ചെയ്യുന്നത് A.O. ഹ്യൂം ആണ്. 1885 അത് തുടങ്ങുന്നത്. വളരെ ചെറിയൊരു സംഘടന. അതിനെ ഡഫ്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ ലോർഡ് ആയിരുന്നില്ല, അത് ഇവിടെ വൈസ്രോ ആയിരുന്നില്ല, ലോർഡ് ഡഫ്രിൻ പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് എ മൈക്രോസ്കോപ്പിക് ഓർഗനൈസേഷൻ എന്നാണ്. ഒരു മൈക്രോസ്കോപ്പിന്റെ ഉള്ളിൽ കൂടെ കാണുന്ന അത്രയും ചെറിയൊരു ഓർഗനൈസേഷൻ എന്ന് കളിയാക്കിയ ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷെ ഇതേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടനയായിട്ട് ഇന്ത്യയിൽ രൂപപ്പെട്ടത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് പിന്നീട് മഹാത്മാഗാന്ധിയുടെ ഇൻവോൾവ്മെന്റ് അങ്ങനെ പോകുന്നതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രധാനപ്പെട്ട ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള നാഷണൽ മൂവ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഈ ഫാക്ടേഴ്സിലൂടെയൊക്കെ ഇന്ത്യ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റ് ഉണ്ടായതെന്നാണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞു പോവാം. ആദ്യമായിട്ട് നമുക്ക് അതിന്റെ ഒരു ഹിസ്റ്ററി എന്തായിരുന്നു, ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഹിസ്റ്ററി എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ചരിത്രം നോക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന കാലഘട്ടത്തിന് നമുക്ക് കുറച്ച് ഘട്ടങ്ങളായിട്ട് തിരിക്കാം. നമുക്കറിയാം 1600 അവര് ഇങ്ങോട്ടേക്കുള്ള വരവിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഈ 1600 മുതൽക്ക് 1765 വരെയുള്ള കാലഘട്ടം, 1765 വരെയുള്ള കാലഘട്ടം ബ്രിട്ടീഷുകാരുടെ ഒരു ട്രേഡിന്റെ കാലഘട്ടമാണ്. അവർ ഇന്ത്യയിലേക്ക് വന്ന് അവരുടെ ട്രേഡ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് 1600 to 1765 എന്നുള്ളത്. 1765 ശേഷം ഒരു സെക്കൻഡ് ഫേസ് തുടങ്ങുകയാണ്. 1765 മുതൽക്ക് ഒരു 1858 വരെയുള്ള കാലഘട്ടം എന്താണ്, അവരുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലുള്ള അവരവരെ നിലയുറപ്പിക്കുകയാണ്. ട്രേഡും അതിന്റെ കൂടെ തന്നെ അവർ പതുക്കെ ഭരണത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരിവിടെ നിലയുറപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിന്റെ ഒരു അടുത്തൊരു ഫേസ് എന്ന് പറയുന്നത്. 1858 എന്താ ഉണ്ടാവുന്നത്, 1858 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ കമ്പനി പൂർണ്ണമായിട്ടും ഭരണം നിർത്തിക്കൊണ്ട് അവർ നേരിട്ടിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിലേക്ക്, ഇന്ത്യ എന്ന് പറയുന്ന നാഷണൽ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രിൻസിലി സ്റ്റേറ്റ്സ് ബ്രിട്ടീഷിന്റെ നേരിട്ട് ഭരണത്തിന് കീഴിലേക്ക് വരികയാണ്. അപ്പൊ ബ്രിട്ടീഷ് ക്രൗൺ, ബ്രിട്ടീഷ് രാജാധികാരത്തിന്റെ കീഴിലേക്ക് ഒരു കോളനി ആയിട്ട് ഇന്ത്യ മാറുകയാണ്. അതാണ് 1858 ശേഷം സംഭവിക്കുന്നത്. അപ്പൊ 1858 മുതൽക്ക് 1919 വരെയുള്ള ഒരു കാലഘട്ടം അങ്ങനെ പോകുന്നതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയറിന്റെ കീഴിലുള്ള ഒരു എന്താ പറയുക, ഒരു കോളനി ആയിട്ട് മാറി. അതിനുശേഷം 1919 മുതൽക്കാണ് 1919 മുതൽക്ക് 1947 വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ സെൽഫ് റൂൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇന്ത്യക്കാരും ഡിമാൻഡ് ചെയ്യുകയും കൂടുതലായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണ് 1919 മുതൽക്ക് 1947 വരെയുള്ള കാലഘട്ടം. ദെൻ 1947 to 1950, 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് നേടി. 1947 to 1950 എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ ഭാഗമാക്കി ഇന്ത്യ അംഗീകരിക്കുന്ന ഒരു പീരീഡ് ആണ് 1950 എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രയും ഫേസിലൂടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരുടെ ഒരു വരവും അവരെങ്ങനെ ഇന്ത്യയിൽ ഭരണം കൊണ്ടുവന്നു എന്നൊക്കെ നോക്കാം. അപ്പൊ 1600 മുതൽക്ക് 1765 വരെയുള്ള കാലഘട്ടം, 1765 വരെയുള്ള കാലഘട്ടത്തെ കുറിച്ച് പറയാം. എന്താണ് 1600? ഒരു ട്രേഡിംഗ് കമ്പനി, ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പിന്നീട് അറിയപ്പെട്ടിട്ടുള്ള ഒരു ട്രേഡിംഗ് കമ്പനി, അതിന്റെ ആദ്യത്തെ പേരായിരുന്നു ജോൺ കമ്പനി എന്നുള്ളത്. ജോൺ കമ്പനി രൂപപ്പെടുകയാണ്.
ക്വീൻ എലിസബത്ത് ഒന്നാമനാണ് അതിന് സമ്മതം നൽകുന്നത്. അങ്ങനെ ഒരു ട്രേഡിംഗ് കമ്പനിക്ക് അംഗീകാരം നൽകുന്നത് ക്വീൻ എലിസബത്ത് ഫസ്റ്റ് ആണ്. അപ്പോൾ 1600 ഡിസംബർ 31 1600 ഡിസംബർ 31 ഈ ജോൺ കമ്പനി രൂപപ്പെടുന്നത്. അത് പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് മാറുകയാണ്. ഒരു 24 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു ഇതിനെ നിയന്ത്രിച്ചിരുന്നത്, ഈ ജോൺ കമ്പനീനെ നിയന്ത്രിച്ചിരുന്നത്. ആദ്യം അവര് വരുന്ന സമയമാണ് 1600 അവർ ആദ്യമായിട്ട് കമ്പനി ഫോം ചെയ്തെന്ന് പറയുമ്പോൾ ഇവിടെ മുഗൾ ഭരണം നടക്കുന്നത്, ഇന്ത്യയിലെ കോണ്ടെക്സ്റ്റ് ആലോചിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അന്ന് എന്താണ് മുഗൾ രാജഭരണം നടക്കുന്ന സമയത്താണ്. ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരുടെ ഒരു എന്താ പറയാ ദൂതൻ ഇന്ത്യയിലേക്ക് വരുന്നത് ജഹാംഗീർ, മുഗൾ രാജാവായിട്ടുള്ള ജഹാംഗീർ ഇവിടെ ഭരിക്കുന്ന സമയത്താണ്. അപ്പൊ ജഹാംഗീറിന്റെ അടുത്തേക്ക് വില്യം ഹോക്കിൻസ്, തോമസ് റോ തുടങ്ങിയ ആളുകളൊക്കെ വരികയാണ്. അങ്ങനെ ഇവരുടെയൊക്കെ വരവിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ജഹാംഗീറാണ് അനുവാദം നൽകുന്നത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്. സൂറത്തിലാണ് അന്ന് അവരൊരു കമ്പനി പണിയുന്നതൊക്കെ. സൂറത്ത്, മസൂലിപ്പട്ടണം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ പിന്നീട് അവർ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുക, അവരുടെ ഒരു ട്രേഡിംഗ് ഒരു ചെറിയൊരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ മുഗൾ ഭരണകാലഘട്ടത്തിലാണ് അവർ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. അതായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇനി ഈ സമയത്ത് അവരുണ്ടാക്കിയിട്ടുള്ള 1600 മുതൽ 1765 വരെയുള്ള കാലഘട്ടത്തിൽ അവർ ഇന്ത്യയിൽ വന്ന് അവരുടെ ഒരു ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ യുദ്ധങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ഇവിടെ. ആ ചെറിയ ചെറിയ യുദ്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളാണ് ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബക്സറും. ഈ 2 യുദ്ധങ്ങളാണ്. ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത് 1757 ബാറ്റിൽ ഓഫ് ബക്സർ 1757 ബാറ്റിൽ ഓഫ് പ്ലാസിയും 1764 ബാറ്റിൽ ഓഫ് ബക്സറും നടക്കുകയാണ്. ഈ 2 യുദ്ധങ്ങളിലൂടെയാണ് ശരിക്കും ബ്രിട്ടീഷ് എംപയർ ബംഗാളില് അവരുടെ സ്ഥിരമായിട്ടുള്ള സ്ഥിരത എന്ന് പറയുന്ന സാധനം കൊണ്ടുവരുന്നത്. സ്ഥിരമാവുന്നത് അങ്ങനെയാണ്. ബാറ്റിൽ ഓഫ് ബക്സറോട് കൂടിയിട്ട് ബംഗാൾ പൂർണ്ണമായിട്ടും അവരുടെ കീഴിലേക്ക്, ബംഗാളിലെ ട്രേഡ് എന്ന് പറയുന്നത് ഇപ്പോഴും ട്രേഡ് ആണ് കേട്ടോ. അവർ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ട്രേഡ് ആണ്. ട്രേഡിന് വേണ്ടി തന്നെയാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പൊ ട്രേഡ് എന്ന് പറയുന്നത് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിയത്. അതിൽ അവർ ഏതാണ്ട് വിജയിക്കുകയും ചെയ്തു. 1765 കൂടെ വലിയൊരു വിജയം ഉണ്ടായി. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? 1765 ബംഗാളിൽ മാത്രം ഉണ്ടായിരുന്ന അവരുടെ കേന്ദ്രം അവരെന്ത് ചെയ്യാൻ നോക്കി? പുറത്തേക്കും കൂടെ വൈഡൻ ചെയ്യാൻ നോക്കി. ബംഗാള്, ഒറീസ തുടങ്ങിയ അവരുടെ എംപയർ പുറത്തേക്കും കൂടെ വൈഡൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി. ആ ഒരു പീരീഡ് ആണ് 1765 മുതൽക്ക് 1858 വരെ നമുക്ക് കാണാൻ സാധിക്കുക. അവർ ഒരുപാട് യുദ്ധങ്ങളിലൂടെയും ഒരുപാട് പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നാട്ടുരാജ്യങ്ങൾ, അന്ന് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഏക രാജ്യമൊന്നുമില്ല, ഒരുപാട് പ്രിൻസ്ലി സ്റ്റേറ്റ്. നമുക്ക് കേരളത്തിൽ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ തിരുവിതാംകൂർ ഉണ്ട്, മലബാർ ഉണ്ട്, കൊച്ചി ഉണ്ട്. ഇതൊക്കെ ഓരോ സ്വരൂപങ്ങളായിരുന്നു. പെരുമ്പടപ്പ് സ്വരൂപം തിരുവിതാംകൂർ വേറെ കിടക്കുന്നു, നെടിയിരിപ്പ് സ്വരൂപം വേറെ കിടക്കുന്നു. അങ്ങനെ ഒരുപാട് സ്വരൂപങ്ങളും ഒരുപാട് നാട്ടുരാജ്യങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ നാട്ടുരാജ്യങ്ങൾ ഓരോന്നായിട്ട് കീഴടക്കുകയാണ് 1765 മുതൽക്ക് 1858 വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് കർണാട്ടിക് വാറുകള്, പിന്നെ മൈസൂർ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ദെൻ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങള്, പിന്നെ അതുപോലെ തന്നെ മറാത്ത യുദ്ധങ്ങള്. അപ്പൊ കർണാട്ടിക്, മൈസൂർ, മറാത്ത ഇങ്ങനത്തെ ഒരുപാട് യുദ്ധങ്ങളിലൂടെയാണ് അവര് ഒരുപാട് ഭാഗങ്ങൾ ഇന്ത്യയുടെ എല്ലാ പ്രിൻസ്ലി സ്റ്റേറ്റ്സും അവരുടെ കീഴിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അതിന്റെ റൂളേഴ്സിനെ ഇവരുടെ കീഴിലേക്ക്, ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് ഇവർ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. ഇനി ഇവർ പ്രധാനമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ചില റെഗുലേറ്റിംഗ് ആക്ടുകളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തത് 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. റെഗുലേറ്റിംഗ് ആക്ട് 1773. ഈ ആക്ടുകളിലൂടെയാണ് പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്തത്. ഓരോ ആക്ടിലും അവര് മുന്നോട്ട് കൊണ്ടുവരുന്ന ഓരോ ആശയങ്ങളുണ്ട്. ഓരോ ആക്ടിലും ബ്രിട്ടീഷുകാർ ഓരോ ആശയങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ആശയങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യത്തേതായിട്ട് പറയാനുള്ളത് റെഗുലേറ്റിംഗ് ആക്ട് 1773 അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഗവർണർ ജനറൽ എന്നൊരു പോസ്റ്റ് കൊണ്ടുവരികയാണ്. ഗവർണർ ജനറൽ ഓഫ് ബംഗാളിലാണ് ആദ്യമായിട്ട് ഒരു ഗവർണർ ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആ ഒരു പോസ്റ്റ് കൊണ്ടുവരുന്നു. വാരൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാരൻ ഹാസ്റ്റിങ്സ്. മറന്നു പോകരുത്, വാരൻ ഹാസ്റ്റിങ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ആക്ട് പ്രകാരം അടുത്തതായിട്ട് അവർ ചെയ്തത് ഒരു സുപ്രീം കോർട്ട്, കൽക്കത്തയിൽ ഒരു സുപ്രീം കോർട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് സുപ്രീം കോർട്ട് കൽക്കത്തയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഏത് ആക്ടിന്റെ ഭാഗമായിട്ടാണ്? 1773. ഇനി പറയുന്ന പോയിന്റ്സ് ഒക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള എവിഡൻസസ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓരോ ഇയറും ആ ഇയറിന് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും അത് മറന്നു പോകാനേ പാടില്ല. അപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് 1773 സുപ്രീം കോർട്ട് കൽക്കത്തയിൽ വരുന്നത്.
പിന്നെ അടുത്ത ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഈ ഒരു ആക്ടോട് കൂടിയിട്ടാണ് ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ സ്വകാര്യ കാര്യങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. ഡയറക്റ്റ് കൺട്രോൾ ബൈ ബ്രിട്ടീഷുകാര് ഇന്ത്യൻ അഫയേഴ്സിലേക്ക്, ഇന്ത്യയുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് മുഖാന്തരമാണ്. ഇതിന്റെ പ്രകാരം ഒരു ബോർഡ് ഓഫ് കൺട്രോൾ ഇന്ത്യയിൽ കൊണ്ടുവരികയാണ്. 6 അംഗങ്ങളുള്ള ഒരു ബോർഡ് ഓഫ് കൺട്രോൾ ഇന്ത്യയിൽ അപ്പോയിന്റ് ചെയ്തു. അതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഇനി നെക്സ്റ്റ് ആണ് ചാർട്ടർ ആക്ട് 1833. 1833 ഒരു ചാർട്ടർ ആക്ട് കൊണ്ടുവരികയാണ്. ഈ ചാർട്ടർ ആക്ട് വഴി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരം ചുരുക്കുകയും ഇന്ത്യൻ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പോസ്റ്റ് മാറ്റിയിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പോസ്റ്റിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ കാലഘട്ടത്തിന്റെ മാറ്റം ശ്രദ്ധിക്കണം. ആദ്യം ബംഗാൾ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പോസ്റ്റ് ചാർട്ടർ ആക്ട് 1833 ആയപ്പോ എന്തായി? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി മാറി. അതിന്റെ അർത്ഥം എന്താണ്? ബംഗാൾ മാത്രം നിന്നിരുന്ന കമ്പനി എന്ത് ചെയ്തു? ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലേക്കും കൂടെ വ്യാപിപ്പിച്ചു എന്ന് നമ്മൾ ഇതിലും കൂടെ മനസ്സിലാക്കണം. അതാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറാൻ കാരണം. അപ്പൊ ചാർട്ടർ ആക്ട് 1833 വഴിയാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പോസ്റ്റ് വരുന്നത്. ഇനി അടുത്തതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1853. 1853 ചാർട്ടർ ആക്ട്. ഇത് പ്രകാരമാണ് സിവിൽ സർവൻസിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമിനേഷൻ സിസ്റ്റം ഇന്ത്യയിൽ തുടങ്ങുന്നത്. എന്താണ് ഒരു എക്സാമിനേഷൻ സിസ്റ്റം? ഇന്ത്യയിൽ സിവിൽ സർവൻസിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമിനേഷൻ സിസ്റ്റം തുടങ്ങുകയാണ്. പക്ഷെ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സും ഇന്ത്യക്കാർക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇവർ പറയുന്ന യോഗ്യതകളും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഒന്നും ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ആർക്കും തന്നെ ഈ ഒരു ചാർട്ടർ ആക്ട് കൊണ്ടൊന്നും യാതൊരുവിധ ഉപയോഗവും ഉണ്ടായിട്ടില്ല. ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങൾ 1858 1853 വരെ അവർ നടത്തി. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ലോർഡ് ഡൽഹൌസി എന്ന് പറഞ്ഞൊരു ഗവർണർ ജനറൽ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് ഭരണ പരിഷ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 1856 57 കൂടിയിട്ട് ഇവിടെ എന്തുണ്ടായി? സിപ്പോയ് മ്യൂട്ടിനി എന്നറിയപ്പെടുന്ന കലാപം നടക്കുകയാണ് അല്ലെ. ഒരു റെബലിയൻ നടക്കുകയാണ്. ആ റെബലിയന്റെ ഭാഗമായിട്ട്, സിപ്പോയ് മ്യൂട്ടിനിയുടെ ഭാഗമായിട്ട് അതിനെ തന്നെ നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെ ആദ്യമായിട്ട് ഇന്ത്യക്കാര് ഏകീകൃതമായി നിന്നുകൊണ്ട് നടത്തിയൊരു യുദ്ധം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു കലാപമായിരുന്നു അത്. അപ്പോൾ 1858 കൂടിയിട്ട് ആ ഒരു കലാപമൊക്കെ ഉണ്ടാവുകയും ആ കലാപത്തിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നിന്ന് പോവുകയും 1858 ആദ്യമായിട്ട് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരികയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അപ്പൊ സിപ്പോയ് മ്യൂട്ടിനി നടന്നു. സിപ്പോയ് മ്യൂട്ടിനെ അടിച്ചമർത്തി ഇല്ലാതാക്കിയതിനു ശേഷം വന്നൊരു ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഈ ഒരു ആക്ടോട് കൂടിയിട്ടാണ് ഇന്ത്യയുടെ അടുത്ത ഫേസ് വരുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടുത്തൊരു ഫേസ് വരുന്നത്. എന്താണ് അടുത്ത ഫേസ് എന്ന് പറയുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്ന് പറയുന്നത് അതുവരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു ട്രേഡ് കമ്പനി, അല്ലെങ്കിൽ ഇവിടെ നിലനിന്നിരുന്ന ഒരു ട്രേഡ് കമ്പനിയാണ്, വാണിജ്യത്തിന് വന്നിരുന്ന ഒരു കമ്പനിയാണ്. അവർ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും കീഴടക്കുകയും ഇന്ത്യനെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഒക്കെ അവരെ കീഴിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തെങ്കിലും അപ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നോട് കൂടിയിട്ട് ക്വീൻ എലിസബത്തിന്റെ ഒരു ഡിക്ലറേഷൻ വരികയാണ്. എന്താണ് ആ ഡിക്ലറേഷൻ? ഇന്ത്യ ഇന്നു മുതൽ ആരുടെ കോളനിയാണ്? ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഒരു കോളനിയാണ് എന്ന രീതിയിലേക്കുള്ള ഒരു ഡിക്ലറേഷൻ വരികയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന അതിനുശേഷം 1858 കൂടിയിട്ട് എന്തായി? ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഒരു കോളനി ആയിട്ട് മാറി. ബ്രിട്ടീഷിന്റെ ഡയറക്റ്റ് കൺട്രോളിന് കീഴിലായിരിക്കും ഇന്ത്യ അണ്ടർ ദി ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് എംപയർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗൺ. ബ്രിട്ടീഷ് കിരീടധാരത്തിന്റെ കീഴിലുള്ള അധികാരത്തിന് കീഴിൽ വരുന്നൊരു പ്രദേശമായിട്ട് ഇന്ത്യ മാറുകയും. അതാണ് ഈ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ആക്ടോട് കൂടിയിട്ട് മറ്റൊരു പ്രത്യേകത എന്താണ്? അതുവരെ ഇവിടെ ഉണ്ടായിരുന്നത് ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റ് ആയിരുന്നു പറഞ്ഞല്ലേ. ഈ ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്നായിട്ട് മാറി. എന്തായി? ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റ് എന്തായി? വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്നായിട്ട് മാറി. 1858 കൂടിയിട്ടാണ് വൈസ്രോയ് എന്നുള്ള പോസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ ഇവിടെ പ്രധാനമായിട്ടും നോക്കേണ്ടത് ലാസ്റ്റ് ആയിട്ട് വന്ന ഗവർണർ ജനറൽ ആരാണ്? കാനിങ് ആണ്, ലോർഡ് കാനിങ്. അത് ആദ്യത്തെ ഇന്ത്യൻ വൈസ്രോയ് ആരാണ്? ലോർഡ് കാനിങ്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ഇതാണ്. ബ്രിട്ടീഷ് എംപയറിന് കീഴിലുള്ള ഇന്ത്യയുടെ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ലോർഡ് കാനിങ് ആണ്.
ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാലും ലോർഡ് കാനിങ് ആണ്. അപ്പോൾ 1850 കൂടിയിട്ട് ലോർഡ് കാനിങ് ആദ്യത്തെ വൈസ്രോയ് ആയിട്ട് അധികാരത്തിലേക്ക് കയറി. ഇതിനോടൊപ്പം തന്നെ ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രിട്ടീഷ് ക്യാബിനറ്റിന്റെ കീഴിലുള്ള ഒരാളായിരിക്കും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് ഇവിടെ വരിക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ ഉണ്ടായത്. അപ്പോൾ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷം പിന്നീട് അവർ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ട് ആണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. എന്തൊക്കെയായിരുന്നു ഈ കൗൺസിൽ ആക്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ ഒരു കൗൺസിലിന്റെ എണ്ണൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഗവർണർ ജനറൽ ഒരു കൗൺസിലൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കൗൺസിലിലെ 4 അംഗങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് 5 അംഗങ്ങളായിട്ട് ഉയർത്തി 4 to 5. ഗവർണർ ജനറലിന്റെ കൗൺസിലിന്റെ എണ്ണം 4 to 5 മെമ്പേഴ്സ് ആയിട്ട് അവർ ഉയർത്തി. ദെൻ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരെ അസിസ്റ്റ് ചെയ്യാൻ ഇന്ത്യക്കാരെ അപ്പോയിന്റ് ചെയ്യാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരെ അപ്പോയിന്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇന്ത്യക്കാരെ അപ്പോയിന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിധ എന്താ പറയുക ഒരു സുപ്പീരിയോറിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ ഇന്ത്യക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പൊ ബ്രിട്ടീഷുകാരെ അസിസ്റ്റ് ചെയ്യാൻ ഇന്ത്യക്കാരെ കൊണ്ടുവന്നു എന്നുള്ളത് തന്നെ ആ സമയത്തുള്ള ഒരു മാറ്റമായിരുന്നു 1861 കൗൺസിൽ ആക്ട് പ്രകാരം വന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു പ്രൊവിൻസസ് ഉണ്ടായിരുന്നു. നമുക്ക് ബംഗാൾ ആയിരുന്നു ഇവരുടെ ആദ്യത്തെ കേന്ദ്രം എന്ന് പറഞ്ഞു. കൽക്കത്ത കേന്ദ്രീകരിച്ചായിരുന്നു ഇവർ വന്നത്. കൽക്കത്ത കൂടാതെ വേറെ 2 പ്രൊവിൻസസും കൂടെ ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു, ബോംബെയും മദ്രാസും. കൽക്കത്ത, ബോംബെ, മദ്രാസ്, ഇങ്ങനെ 3 പ്രൊവിൻസസ് ആയിട്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒരു അതോറിറ്റി നിലനിന്നിരുന്നത്. ഏതൊക്കെയാണ്? കൽക്കത്ത, ബോംബെ, മദ്രാസ്, 3 പ്രസിഡൻസീസ്. ഈ 3 പ്രൊവിൻഷ്യൽ സ്റ്റേറ്റ്സിലേക്കായിട്ട് അധികാരങ്ങൾ വികേന്ദ്രീകരിച്ചു. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ് ഇൻ ടു ദീസ് പ്രൊവിൻസസ്. ഈ പ്രൊവിൻസസിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കുക. അപ്പൊ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു ആശയം അവർ മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെ പ്രൊവിൻസസിലേക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രൊവിൻസിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ തുടങ്ങിയാണ്. എന്താണ്? പ്രൊവിൻസിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ തുടങ്ങി അവർ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ പ്രൊവിൻസിൽ തുടങ്ങി. അപ്പൊ ഇങ്ങനെയൊക്കെ ഇവര് എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടുതൽ പ്രൊവിൻസസിലേക്ക് അല്ലെങ്കിൽ ഓരോ പ്രവിശ്യകളിലേക്കും കൂടുതൽ എന്താ പറയാ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 ഉണ്ടായി. അടുത്ത ഇന്ത്യൻ കൗൺസിൽ ആക്ട് വരുന്നത് 1892 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892. ഈ ആക്ട് പ്രകാരമാണ് പ്രസ്സുകൾക്കൊക്കെ കൂടുതൽ അധികാരം ലഭിക്കുക. വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവരുന്നു, ഇന്ത്യൻ ആംസ് ആക്ട് കൊണ്ടുവരുന്നു. അങ്ങനത്തെ ഒരുപാട് നിയമങ്ങൾ ഈ ആക്ട് പ്രകാരമാണ് മുന്നോട്ട് വന്നത്. ഇതിൽ പ്രകാരം ഈ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 പ്രകാരം നേരത്തെ പറഞ്ഞില്ലേ പ്രൊവിൻസസിന് കുറെ കൂടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ, അത് കുറച്ചും കൂടെ കൂടുതലാവാൻ തുടങ്ങി, കൂടുതൽ കൊടുക്കാൻ തുടങ്ങി. അതായത് പ്രൊവിൻസസിന്റെ കീഴിലേക്ക് മദ്രാസിൽ നിന്നും ബോംബെയിൽ നിന്നും മെമ്പേഴ്സിനെ ഉൾക്കൊള്ളിക്കാം. മദ്രാസിൽ നിന്ന് 15 പേരേനെയും ബോംബെയിൽ നിന്ന് 20 പേരേനെയും ഈ പ്രൊവിൻസസിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ തുടങ്ങി. അതായത് ആ ഒരു പ്രവിശ്യകൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രസിഡൻസീസിന് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മദ്രാസ്, ബോംബെ പ്രസിഡൻസീസിൽ നിന്നും ആൾക്കാരെ ഇലക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരു പ്രൊവിൻഷ്യൽ കൗൺസിൽ ഇതിന്റെ ഭാഗമായിട്ട് തുടങ്ങി. എന്താണ്? ഒരു പ്രൊവിൻഷ്യൽ കൗൺസിൽ തുടങ്ങി. ഇനി അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർഷ്യൽ ഇലക്ട്രൽ സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ഷൻ എന്ന് പറഞ്ഞ ഭാഗികമായിട്ടുള്ള ഒരു ഇലക്ഷൻ സംവിധാനം തുടങ്ങി. വോട്ടിംഗ് സംവിധാനം ഭാഗികമായിട്ട്, മുഴുവനായിട്ടുള്ള അർത്ഥത്തിലൊന്നല്ല, വളരെ ഭാഗികമായിട്ടുള്ള ഒരു ഇലക്ഷൻ സംവിധാനവും തുടങ്ങി. ഇത്രയും കാര്യങ്ങളായിരുന്നു മെയിൻ ആയിട്ട് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 വന്നത്. അപ്പൊ എന്തൊക്കെയാണ് വന്നത്? പ്രൊവിൻസസിന് പ്രാതിനിധ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് മദ്രാസിൽ നിന്ന് 15ഉം ബോംബെയിൽ നിന്നും 20ഉം എന്ന രീതിയിലേക്ക് കൗൺസിലിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. പാർഷ്യൽ ആയിട്ടുള്ള ഇലക്ഷൻ സിസ്റ്റം കൊണ്ടുവരാൻ തുടങ്ങി. അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസിനെ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യൻസിനെ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഉയർന്ന അധികാരമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിലേക്ക്, ഇന്ത്യൻസിനെ ഹൈ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതും ഈ ഒരു സമയത്തിന്റെ പ്രത്യേകതയായിരുന്നു, ഈ ഒരു ആക്ടിന്റെ പ്രത്യേകതയായിരുന്നു. അടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909. അതിന്റെ മറ്റൊരു പേരാണ് മിന്റോ മോർലി ആക്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടാണ്. ഇനി അങ്ങോട്ട് പറഞ്ഞ ആക്ടുകൾ എല്ലാതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തന്നെയാണ്. അപ്പൊ അത് നമ്മൾ ഓർത്ത് വെച്ചിട്ട് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായില്ല. അപ്പൊ എന്തുകൊണ്ടാണ് മിന്റോ മോർലി ആക്ട് 1909? അപ്പൊ 1909 മിന്റോ മോർലി ആക്ട് പറയുന്നതിന് മുമ്പ് നമുക്ക് അതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ കുറിച്ച് നോക്കാം. 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട് കഴിഞ്ഞതിന് ശേഷം 1905 ഇന്ത്യ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? 1905 നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവം നിങ്ങളൊന്ന് ആലോചിച്ചെടുത്ത് നോക്കുക. എന്തായിരുന്നു? മറ്റൊന്നുമല്ല, ബംഗാൾ വിഭജനം.
1905 ലോർഡ് കേഴ്സൺ ആണ് ബംഗാളിനെ രണ്ടായിട്ട് വിഭജിക്കുന്നത്. ആ വിഭജനത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇറ്റ്സ് എ കമ്മ്യൂണൽ ഡിവിഷൻ. മതത്തിന്റെ അടിസ്ഥാനത്തില് കമ്മ്യൂണൽ ആയിട്ട് ഇന്ത്യയെ വർഗീകരണം നടത്തിയ ഒരു പ്രക്രിയയായിരുന്നു എന്ത് ബംഗാൾ ഡിവിഷൻ എന്ന് പറയുന്നത്. 1905 ഇന്ത്യനെ എങ്ങനെയാണ് അവർ തരംതിരിച്ചത്? ഒന്ന് മുസ്ലിം മെജോറിറ്റി ഉള്ള ഒരു പ്രദേശവും ഒന്ന് ഹിന്ദു മെജോറിറ്റി ഉള്ള ഒരു ബംഗാൾ. അപ്പൊ ബംഗാളിനെ ഹിന്ദു മെജോറിറ്റി ഉള്ള ഒരു ഭാഗമായിട്ടും മുസ്ലിം മെജോറിറ്റി ഉള്ള വേറെ ഭാഗമായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചു. അതൊരു കമ്മ്യൂണൽ വയലൻസിലേക്കുള്ള തുടക്കമായിരുന്നു. ഇന്ത്യനെ ആദ്യമായിട്ടൊരു കമ്മ്യൂണൽ വയലൻസ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് ഇന്ത്യ കൊണ്ടെത്തിക്കുന്നത് ലോർഡ് കേഴ്സന്റെ ഈ പദ്ധതിയായിരുന്നു. അപ്പൊ 1905 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. ഇന്ത്യ ബംഗാളിനെ രണ്ടായിട്ട് വിഭജിക്കുകയാണ്, ഡിവിഷൻ ഓഫ് ബംഗാൾ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്തുണ്ടായി? ഒരുപാട് പേര് ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ കൃത്യമായിട്ട് ഇടപെടാനും അവർ ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ സമരങ്ങളിലൂടെ സംഘടിപ്പിക്കുകയും ബംഗാളിനെ അത്തരത്തിൽ വിഭജിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഒരു യഥാർത്ഥ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വികൃതമായിട്ടുള്ള ഒരു ലക്ഷ്യം മനസ്സിലാക്കിയ ഒരു കാലഘട്ടമാണ് 1905 എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടന കുറച്ചും കൂടെ ആക്റ്റീവായിട്ട്, അത് എന്താ പറയാ, അതുവരെ ഒരു സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനമായിരുന്നെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്യുക, പ്രയർ ചെയ്യുക, അങ്ങനത്തെ ഒരു രീതിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചതെങ്കിൽ 1905 വിഭജനത്തിന് ശേഷം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു എതിർക്കുക, പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് അല്ല, നേരിട്ട് ബോയ്ക്കോട്ട് ചെയ്യുകയാ, ഒരു വയലൻസ് ആയിട്ടുള്ള രീതിയിലേക്ക് കടന്നത് 1905 ശേഷമാണ്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഈ 1905 ഈ ഒരു സാമൂഹിക അന്തരീക്ഷം, സോഷ്യൽ അഫയേഴ്സ് ഒക്കെ മിന്റോ മോർലി ആക്ടിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിക്ക് എതിരെയുള്ള ഇന്ത്യക്കാരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും കൂടെ വന്നൊരു ആക്ടാണ് 1909 മിന്റോ മോർലി ആക്ട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1909 അല്ലെങ്കിൽ മിന്റോ മോർലി ആക്ട് വരുന്ന സമയത്തും ബംഗാൾ ഡിവിഷൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ബംഗാളിനെ കൂട്ടി യോജിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഡിവിഷൻ ഓഫ് ബംഗാൾ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട്, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വന്നൊരു ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909. 1905 നടന്നിട്ടുള്ള ബംഗാൾ ഡിവിഷൻ പിന്നീട് ബംഗാളിനെ കൂട്ടി യോജിപ്പിക്കുന്ന 1911 1911 അത്രയും കാലം ആ ഡിവിഷൻ അങ്ങനെ തന്നെ നിലനിർത്തി. ഇനി 1909 പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ടും സെന്റർ ആൻഡ് പ്രൊവിൻഷ്യൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, പ്രൊവിൻസസിൽ കൂടുതൽ അധികാരങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അത് കുറച്ചും കൂടെ കൂടുതലാക്കി സെന്റർ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സിന് കൂടുതൽ ഒരുപാട് ഡിവിഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് സെന്റർ പ്രൊവിൻസസ് എന്ന് രണ്ടാക്കി നിർത്തിക്കൊണ്ട് സെന്ററിന് കുറെ ഡ്യൂട്ടീസ്, പ്രൊവിൻസസിന് കുറെ ഡ്യൂട്ടീസ്, അങ്ങനെ കേന്ദ്രം അതിന് താഴെ വരുന്ന പ്രവിശ്യകൾ എന്ന രീതിയിലേക്ക് ഡ്യൂട്ടീസ് ഒക്കെ വിഭജിക്കാൻ തുടങ്ങി. ഇതിനെ ഈ ഒരു ആക്ടിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1909 ഒരു കമ്മ്യൂണൽ ആക്ട് ആയിട്ടും കൂടെ ഇന്ത്യക്കാർ വിശേഷിപ്പിക്കാറുണ്ട്. എന്താണ് ഒരു കമ്മ്യൂണൽ ആക്ട് ആയിട്ട്? എന്തുകൊണ്ടാണ് അതിനെ കമ്മ്യൂണൽ ആക്ട് ആയിട്ട് വിശേഷിപ്പിക്കുന്നത്? ആദ്യമായിട്ട് ഒരു കമ്മ്യൂണൽ അടിസ്ഥാനത്തിൽ ഒരു വോട്ടിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നത് ഇവരാണ്. കമ്മ്യൂണൽ റെപ്രസെന്റേറ്റീവ് സിസ്റ്റം എന്ന് പറയാം. കമ്മ്യൂണൽ റെപ്രസെന്റേറ്റീവ് സിസ്റ്റം എന്താണത്? അതിൽ പറഞ്ഞെങ്കിൽ മുസ്ലിം റെപ്രസെന്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കാൻ മുസ്ലിം വോട്ടേഴ്സിന് മാത്രമേ അവകാശമുള്ളൂ. മുസ്ലിം മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കാൻ മുസ്ലിം വോട്ടേഴ്സിന് മാത്രമേ അവകാശമുള്ളൂ എന്ന നിയമമാണ് 1909 കൊണ്ടുവന്നതിൽ പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് ഇതിനെ കമ്മ്യൂണൽ ആയിട്ടുള്ള ഒന്നാണ്. വർഗീയപരമായിട്ട് ഇന്ത്യനെ മതത്തിന്റെ പേരിൽ ചേരിതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടുള്ള ഒരു ആക്ട് ആയിട്ട് 1909 ആക്ടിനെ കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കണം, 1905 ബംഗാൾ ഡിവിഷൻ നിലനിൽക്കെ തന്നെ അതിനോട് കുറച്ചും കൂടെ സാധൂകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ കമ്മ്യൂണൽ ആയിട്ടുള്ള ഡിവിഷൻ ഒന്നുകൂടെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ആക്ടാണ് 1909 മിന്റോ മോർലി ആക്ട് എന്ന് പറയുന്നത്. അത് അവരിവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായി, അതിനെതിരെ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ 1909 ആക്ട് ഒരു പരാജയമാവുകയാണ് ചെയ്തത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ, ഈ മതത്തിന്റെ പേരിലുള്ള തരംതിരിവിനെ അല്ലെങ്കിൽ അത്തരം ഒരു വോട്ടിംഗ് സിസ്റ്റത്തിനെ ആരും തന്നെ അനുകൂലിച്ചില്ല. പ്രത്യേകിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആ സമയത്തുള്ള ഒരുപാട് സ്കോളേഴ്സ് ഒക്കെ ഇതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ കാലഘട്ടത്തിൽ ഇത് ഒരു പ്രാതിനിധ്യം അർഹിക്കാതെ 1909 ആക്ട് പൂർണ്ണമായിട്ടും തള്ളിപ്പോകുന്ന അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് മാറുകയാണ് ചെയ്തത്. അതിനുശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണ് 1919 മൊണ്ടേഗ് ക്ലെംസ്ഫോർഡ് ആക്ട്. ഏതാണ്? മൊണ്ടേഗ്
ക്ലെംസ്ഫോർഡ് ആക്ട് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നും ഇതിനെ പറയും. അപ്പോൾ 1909 ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് 1919 മൊണ്ടെ ക്ലെംസ്ഫോർഡ് ആക്ട് എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് 1909 ആക്ട് ഫെയിലിയർ ആയത് നമുക്ക് ചിന്തിച്ചറിയാം. ഒന്ന്, അതൊരു കമ്മ്യൂണൽ ആയിട്ടുള്ള അന്തരീക്ഷത്തിലാണ് അവർ നടപ്പിലാക്കാൻ നോക്കുന്നത്. അത് കമ്മ്യൂണൽ ആയിട്ട് തന്നെയാണ്, അത് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ആണ് നൽകാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ അതൊരു ഫെയിലിയർ ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. പിന്നെ 1909 to 1919 ജാലിയൻ വാലാബാഗ് മസാക്കർ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഗവൺമെന്റിന്റെ ഒരുപാട് പോളിസികൾ, ഇന്ത്യക്കാരെ അടിച്ചമർത്താൻ ഉണ്ടായിട്ടുള്ള ഒരുപാട് പോളിസീസ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ എതിരായിട്ട് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് 1919 ആക്ട് വരുന്നത്. പിന്നെ 1914 to 1918 നടന്നിട്ടുള്ള ഒന്നാം ലോക യുദ്ധം, ദ ഫസ്റ്റ് വേൾഡ് വാർ. ആ ഒരു സമയത്ത് എന്താ പറയാ, ലോക അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം 1914 മുതൽക്ക് 18 വരെയുള്ള ഈ ഒരു സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഇൻവോൾവ്മെന്റ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് വേൾഡ് വാറിൽ ബ്രിട്ടീഷ് ഒരു പ്രധാന ശക്തിയായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ കൂടെ പലരും കൂടുന്നുണ്ട്, പലരും സഖ്യകക്ഷികളായിട്ട് കൂടുന്നുണ്ട്, പലരും പാര വെച്ച് പുറത്തു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ബ്രിട്ടീഷുകാർക്ക് എന്ത് വേണം? ഇവിടെ നിന്നുള്ള ഇന്ത്യക്കാരുടെ സഹായം കൂടിയേ തീരും. ആർമിക്കായിട്ടും മറ്റു കാര്യങ്ങൾക്കും ഒരുപാട് സഹായങ്ങൾ വേണം. അതിനോടൊപ്പം തന്നെ ആ സമയത്താണ് ഇവിടെ കൂടുതൽ ചൂഷണം ചെയ്തിട്ട് ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയെ കൂടുതൽ ചൂഷണം ചെയ്യുക ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ എല്ലാം കൊണ്ടും ഇന്ത്യക്കാരുടെ സേവനം ബ്രിട്ടീഷുകാർക്ക് അത്രയും അത്യാവശ്യമായ ഒരു സമയമായിരുന്നു അത്. ആ ഒരു പശ്ചാത്തലത്തില് കുറെയൊക്കെ ഇന്ത്യക്കാരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടും ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് ഇന്ത്യക്കാരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടും ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഓഫേഴ്സുകൾ, നടക്കില്ലാത്ത അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഉദ്ദേശമില്ലാത്ത കുറെ ഓഫേഴ്സ് ഉണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ്, ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ അന്ന് നിൽക്കുന്നത്. കാരണം ഈ ബ്രിട്ടീഷുകാരുടെ ഒരിക്കലും നടക്കാത്ത കുറെ വാഗ്ദാനങ്ങളുടെ മുന്നിൽ ഇന്ത്യക്കാര് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഒരു 1914 to 18 ഫസ്റ്റ് വേൾഡ് വാർ അത്രയും പ്രധാനപ്പെട്ടതായിരുന്നു ഈ ഒരു അവസ്ഥയിൽ. പിന്നെ മറ്റേതായിരുന്നു കോൺഗ്രസ് ലീഗ് പാക്ട് 1916. ആ ഇയർ പ്രധാനപ്പെട്ട ഒന്നാണ്. കോൺഗ്രസും ലീഗും ഒരുമിച്ച് വരുന്ന ആദ്യത്തെ സെക്ഷനാണ് 1916 ലക്നൗ പാക്ട് എന്ന് പറയുന്നത്. ഒരുപാട് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈവൻ PSC അടക്കം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1916 കോൺഗ്രസും ലീഗും ഒരുമിച്ചിട്ടുള്ള പാക്ട് ആണ് ലക്നൗ പാക്ട്. ഈ പാക്ടിലൂടെ കോൺഗ്രസും ലീഗും ഒന്നിച്ചത് ബ്രിട്ടീഷുകാർക്ക് ഒരു തിരിച്ചടിയായിരുന്നു. കാരണം അതുവരെ അവർ ഒന്നിച്ച് നിൽക്കില്ലായിരുന്നു. കോൺഗ്രസും ലീഗും രണ്ടായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇവർ ഒരുമിച്ച് ചേർന്നോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് ഈ ഒരുമിച്ചുള്ള പ്രൊട്ടസ്റ്റിനെ നേരിടാൻ കുറച്ച് പാടായിട്ട് വന്നു. ദെൻ ഹോം റൂൾ മൂവ്മെന്റ്, ആനി ബെസന്റിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഹോം റൂൾ മൂവ്മെന്റ് കുറെ ഇന്ത്യക്കാരെ കൂട്ടിച്ചേർക്കാനും ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ആനി ബെസന്റ് ഒക്കെ നടത്തിയിട്ടുള്ള പ്രയത്നം ആ ഹോം റൂൾ മൂവ്മെന്റിന്റെ ഭാഗമാണ്. ഇനി ഇത്രയും കാര്യങ്ങളുടെ കൂടെ തന്നെ ഒരുപാട് മറ്റ് സംഭവങ്ങളും സാമൂഹിക അവസ്ഥകളും എല്ലാം കൂടെ ചേരുന്ന ഒരു സിറ്റുവേഷനിലാണ് 1919 മൊണ്ടെ ക്ലെംസ്ഫോർഡ് ആക്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ട്? ഒന്ന്, 1909 ഗവൺമെന്റിന്റെ ഫെയിലിയേഴ്സ്, പിന്നെ ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് വന്ന ഫെയിലിയേഴ്സ്, പിന്നെ ഫസ്റ്റ് വേൾഡ് വാർ, ദെൻ കോൺഗ്രസ് ലീഗ് പാക്ട് 1916 ഹോം റൂൾ മൂവ്മെന്റ്. ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് 1919 മൊണ്ടെ ക്ലെംസ്ഫോർഡ് ആക്ട് വരുന്നത്. ഇനി മൊണ്ടെ ക്ലെംസ്ഫോർഡ് ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു? ഒന്നെന്ന് പറഞ്ഞാൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ പവർ ലിമിറ്റ് ചെയ്യുക. അത് വെച്ചാൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രിട്ടീഷ് ക്യാബിനറ്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരാളാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് ഉണ്ടായിരുന്ന കുറെ അധികാരങ്ങൾ ചുരുക്കിക്കൊണ്ട് വരിക എന്നത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു ആക്ടിന്റെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതായത് കൂടുതൽ ഹോം ഗവൺമെന്റിന്, ഇന്ത്യയിൽ ഭരിക്കുന്ന ഗവൺമെന്റിന് കൂടുതൽ പ്രാധാന്യം നൽകി. ഇന്ത്യയിൽ ഭരിക്കുന്ന ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെയാണ്. പക്ഷെ ബ്രിട്ടീഷ് ക്രൗണിന്റെ സ്വാധീനത്തിൽ നിന്ന് വിട്ടുകൊണ്ട് ഇവിടെ ഭരിക്കുന്നതിന് കൂടുതൽ പ്രാതിനിധ്യം നൽകുക, അതായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. അതുപോലെ കൗൺസിലിലെ അംഗങ്ങളുടെ എണ്ണം 8 നിന്ന് 12 ആക്കി ഉയർത്തി. കൗൺസിലിലെ അംഗങ്ങളുടെ എണ്ണം 8 നിന്ന് 12 ആക്കി ഉയർത്തി. പിന്നെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് ഇന്ത്യനെ കൂടുതലായിട്ട് അവർ കൊണ്ടുവരികയാണ്. ആ ഒരു സ്വാതന്ത്ര്യം എന്നുള്ള ഒരു ചെറിയ ചെറിയ തോതിൽ സ്വാതന്ത്ര്യം എന്നുള്ള ആശയം ഇന്ത്യയിലേക്ക് മുന്നോട്ട് വെക്കുകയാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികാരങ്ങൾ ഡിവൈഡ് ചെയ്തു. ഡിവിഷൻ ഓഫ് ഫങ്ഷൻസ് എങ്ങനെയൊക്കെയാണ്? സെൻട്രൽ ലിസ്റ്റ് എന്നും പ്രൊവിൻഷ്യൽ ലിസ്റ്റ് എന്നും 2 ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അധികാരങ്ങൾ ഡിവൈഡ് ചെയ്തു. എന്താണ് ഡിവിഷൻ ഓഫ് ഫങ്ഷൻസ്? സെൻട്രൽ ലിസ്റ്റും പ്രൊവിൻഷ്യൽ ലിസ്റ്റും, അങ്ങനെ 2 ലിസ്റ്റിലേക്കായിട്ട് അധികാരങ്ങൾ
ഡിവൈഡ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബയോ ക്യാമറൽ ലെജിസ്ലേച്ചർ തുടങ്ങി. എന്താണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ? എന്താണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ ലോവർ ഹൗസും അപ്പർ ഹൗസും ഉണ്ടാക്കി. അപ്പർ ഹൗസിലെ എണ്ണം 60യും ലോവർ ഹൗസിലെ എണ്ണം 140 ആണ്. ലോവർ ഹൗസിൽ 140ഉം അപ്പർ ഹൗസിൽ 60 മെമ്പേഴ്സും ആക്കിയിട്ട് അപ്പർ ഹൗസ് എന്നും ലോവർ ഹൗസ് എന്നുള്ള ഒരു സിസ്റ്റം ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ തുടങ്ങി. ഇനി അടുത്തത് ആദ്യമായിട്ടൊരു ഡയാർക്കി പ്രൊവിൻസസിൽ ഡയാർക്കി എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നു. ഡയാർക്കി ഇൻ പ്രൊവിൻസസ്. എവിടെയാണ്? പ്രൊവിൻസസ് ആണ്, സെൻട്രലല്ല കേട്ടോ. സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിൽ ഒരു മാറ്റം വന്നിട്ടില്ല. പ്രൊവിൻസസിൽ പ്രവിശ്യകളിൽ ഡയാർക്കി കൊണ്ടുവന്നു. ഡയാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്ട്സ്, ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സബ്ജക്ട്സിനെ രണ്ടാക്കി തിരിക്കും. റിസർവ്ഡ് സബ്ജക്റ്റും ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റും. എന്താണ് ഡയാർക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ, ഗവൺമെന്റ് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ തന്നെ രണ്ടാക്കി തിരിക്കുന്നു. റിസർവ്ഡ് സബ്ജക്റ്റും ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റും. റിസർവ്ഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന സബ്ജക്റ്റുകളെ റിസർവ്ഡ് സബ്ജക്റ്റ് എന്നാണ് പറയുക. കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സബ്ജക്റ്റുകളെ റിസർവ്ഡ് സബ്ജക്റ്റ് എന്നാണ് പറയുക. അത് സെന്ററിന്റെ കീഴിലായിരിക്കും വരിക. അത് ഗവർണർ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഹെൽപ്പോട് കൂടെ മാത്രമേ ചെയ്യുള്ളൂ. ഗവർണർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സിക്യൂട്ടീവ് കൗൺസിലോട് ചെയ്യുന്ന കാര്യങ്ങളാണ് റിസർവ്ഡ് സബ്ജക്ട്. ട്രാൻസ്ഫേർഡ് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താ? മൈനർ ആയിട്ട് അത്ര ഇമ്പോർട്ടൻസ് ലഭിക്കാത്ത വിഷയങ്ങൾ തന്നെയാണ് ട്രാൻസ്ഫേർഡ് സബ്ജക്ട് എന്ന് പറയുക. അത് ഗവർണർ മിനിസ്റ്റേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുക. ഗവർണേഴ്സ് മിനിസ്റ്റേഴ്സിന്റെ സഹായത്തോടു കൂടെ ചെയ്യുന്നതാണ് ട്രാൻസ്ഫേർഡ് സബ്ജക്ട്. ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റിൽ 22 കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുന്നത്. അതേസമയം റിസർവ്ഡ് സബ്ജക്റ്റിൽ 28 കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ റിസർവ്ഡ് സബ്ജക്ട്സിൽ വരുന്നതാണ് ജസ്റ്റിസ്, പോലീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റിലാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എന്താണ് ഡയാർക്കി ഇൻ അറ്റ് പ്രൊവിൻസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവിശ്യകളിലുള്ള ഭരണങ്ങളെ രണ്ടാക്കിയിട്ട് ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് എന്നും റിസർവ്ഡ് സബ്ജക്റ്റ് എന്നും തിരിക്കുകയാണ്. റിസർവ്ഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന സബ്ജക്റ്റിനെ റിസർവ്ഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നു. അതിന് തീരുമാനമെടുക്കുക എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ സഹായത്തോട് കൂടിയിട്ട് ഗവർണർ ആയിരിക്കും. എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ സഹായത്തോടു കൂടെ ഗവർണർ ആയിരിക്കും. ഇനി ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് പ്രാധാന്യം ലഭിക്കുന്ന വിഷയങ്ങളാണ് ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ്. അത് ആരാണ് കൈകാര്യം ചെയ്യുക? മിനിസ്റ്റേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് ഗവർണർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളായിരിക്കും. അതാണ് ഡയാർക്കി ഇൻ പ്രൊവിൻസസ് എന്ന് പറഞ്ഞാൽ. അത് ക്ലിയർ ആയില്ലേ? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡയാർക്കി അറ്റ് പ്രൊവിൻസസ് തുടങ്ങുന്നത് 1919 ക്ലെംസ്ഫോർഡ് മൊണ്ടേഗ് ആക്ട് പ്രകാരമാണ്. അതുപോലെ ഇതേ സിസ്റ്റം പ്രകാരമാണ് ബയോ ക്യാമറൽ ലെജിസ്ലേച്ചർ തുടങ്ങുന്നത്. സെൻട്രൽ ലിസ്റ്റ് എന്നും പ്രൊവിൻഷ്യൽ ലിസ്റ്റ് എന്നും 2 ലിസ്റ്റ് വരുന്നതും ഈ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ആക്ട് പ്രകാരം, 1919 ആക്ട് പ്രകാരം. അപ്പൊ അത് മറന്നു പോവാതിരിക്കണം. അപ്പോ ഇത്തരത്തില് ഒരുപാട് പുതിയ കാര്യങ്ങൾ 1919 ആക്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ സെൻട്രൽ ലെജിസ്ലേച്ചറിന്റെ ഒരു പവേഴ്സ് കുറച്ചുകൊണ്ട് വരാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. കൂടുതൽ പ്രവിശ്യകൾക്ക്, പ്രൊവിൻസസിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. ഈ പ്രൊവിൻസസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഡയാർക്കി സിസ്റ്റം, ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, അതുപോലെ സെൻട്രൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, അങ്ങനത്തെ ഒക്കെ തരംതിരിവുകൾ വരുന്നതൊക്കെ തന്നെ ഈ പ്രൊവിൻസസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 1919 ക്ലെംസ്ഫോർഡ് മൊണ്ടേഗ് അല്ലെങ്കിൽ മൊണ്ടേഗ് ക്ലെംസ്ഫോർഡ് ആക്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കൊണ്ടുവന്നിട്ടും ഈ ആക്ട് എന്തായിരുന്നു? ഫെയിലർ ആയി. ആ കാര്യമായിട്ടൊന്നും നടപ്പിലായില്ല. കാരണം എന്തായിരുന്നു? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഈ ഡയാർക്കി അറ്റ് പ്രൊവിൻസസ് കൊണ്ടുവന്നില്ലേ, അതിൽ വന്നതിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു. ഈ റിസർവ്ഡ് സബ്ജക്റ്റും ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റും കൃത്യമായിട്ട് പഠിക്കാതെയാണ് തരംതിരിച്ചത്. ശരിക്കും ഒരുപാട് പ്രാധാന്യം ലഭിക്കേണ്ട വിഷയങ്ങൾ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റിൽ കൊണ്ടിട്ടു. അതുപോലെ അധികം പ്രാധാന്യം അങ്ങനെ വിഷയങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായ രീതിയിൽ പരിഗണിച്ചു. അതൊക്കെ ഈ ഡയാർക്കി എന്ന് പറയുന്ന സിസ്റ്റം തന്നെ ഒരു ഫെയിലിയർ ആയിട്ട് മാറി. അതുകൊണ്ട് തന്നെ ബേസിക്കലി ഈ ഒരു സിസ്റ്റം പൂർണ്ണമായിട്ടും നടപ്പിലായില്ല. ലിസ്റ്റുകൾ തരംതിരിച്ചതും അപ്പർ ഹൗസിന് ലോവർ ഹൗസിന് പ്രാതിനിധ്യം, ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോണ്ട് 1919 ആക്ട് ഒരു ഫെയിലിയർ ആയി. ഏറ്റവും പ്രധാനമായിട്ട് ഇത് നടപ്പിലാക്കിയവർ മൊത്തം അഴിമതി നടത്തി എന്നുള്ളതാണ്. ഇതൊക്കെ നടപ്പിലാക്കിയ ഒരു അഡ്മിനിസ്ട്രേഷൻ വേണമല്ലോ. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ വലിയ രീതിയിൽ അഴിമതി നടത്തിയിട്ടുള്ളതാണ് 1919 ആക്ടിൽ. വലിയ രീതിയിൽ അഴിമതി നടത്തിയ ഒരു ഭരണകൂടം തന്നെയായിരുന്നു ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ അഴിമതിയും ഈ കാര്യങ്ങൾ തരംതിരിച്ചതിൽ വന്ന വീഴ്ചകളും അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിന്റെ വീഴ്ച കാരണം തന്നെയാണ് 1919 ആക്ട് ഒരു പരാജയമായി മാറിയത്. അപ്പം ഇതിന് ശേഷം 1919 ശേഷം വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇന്ത്യക്കാർക്ക് പുതിയ പുതിയ ആശയങ്ങൾ കിട്ടി. ഡയാർക്കി,
സെൻട്രൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, അങ്ങനെ ലിസ്റ്റുകളായിട്ട് തിരിക്കുന്നത്. ലോവർ ഹൗസ്, അപ്പർ ഹൗസ്. അതായത് ബ്രിട്ടീഷ് ക്യാബിനറ്റിന്റെ കീഴിൽ ബ്രിട്ടീഷുകാരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ്, ശരിക്കും അവരുടെ ഒരു ഗവൺമെന്റ്, ബ്രിട്ടീഷുകാരെ ഭരിക്കുന്ന അവരുടെ നാട്ടിലൊരു ഗവൺമെന്റ് ഉണ്ടല്ലോ, ആ ഗവൺമെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു ആശയം ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് കിട്ടി എന്നത് ഈ ഒരു ആക്ടിന്റെ പ്രധാന പ്രത്യേകതയാണ്. അപ്പൊ 1919 കൂടിയിട്ട് അങ്ങനെ ഒരു മാറ്റം ഇന്ത്യയിൽ സംഭവിക്കുകയാണ്. ഇനി ഇതിന് ശേഷം വന്നിട്ടുള്ള അടുത്തൊരു പ്രധാനപ്പെട്ട ആക്ട് ആണ് ഇത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പൊ നമ്മൾ ആലോചിക്കണം, 1935 എത്തി, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എത്തി എന്ന് പറഞ്ഞാൽ 1947 കുറച്ചും കൂടെ ഉള്ളൂ. അതായത് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ചെയ്യുന്ന ആക്ടിലേക്ക് എത്താൻ വളരെ കുറച്ചേ ഉള്ളൂ. അതിന് തൊട്ട് മുൻപ് ഇറങ്ങിയിട്ടുള്ള ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. പക്ഷേ ഈ 1935 ആക്ട് എത്തുന്നതിന് മുമ്പ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില്? 1919 ശേഷം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടല്ലേ. അതെന്തൊക്കെയായിരുന്നു നമുക്ക് ആദ്യം നോക്കാം. 1919 മുതൽക്ക് 1935 വരെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 1919 ആക്ടിന്റെ ഫെയിലിയേഴ്സ്, അത് നടപ്പിലാക്കാൻ പരാജയപ്പെട്ടു പോയതിന്റെ പ്രശ്നങ്ങൾ. മറ്റൊന്നാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. 1927 ആര് വരികയാണ്? സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരികയാണ്. എന്താണ് കമ്മീഷന്റെ പേര്? സൈമൺ കമ്മീഷൻ. എന്തിനാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നത്? സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയെ കുറിച്ച് പഠിക്കാനാണ്, ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നത്. ആ കമ്മീഷന്റെ ഒരു പ്രധാന ഡ്രോബാക്ക് എന്തായിരുന്നു? അതിന്റെ ഒരു ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് അറിയോ? ഇന്ത്യയെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വന്ന ആ കമ്മീഷനിൽ ഒറ്റ ഇന്ത്യക്കാർ പോലും ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യം ഒട്ടുമില്ലാത്ത ഒരു കമ്മീഷനായിരുന്നു സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രാതിനിധ്യം ഇല്ലാത്തൊരു കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അതിനെ എന്ത് ചെയ്തു? ഇന്ത്യക്കാർ എതിർത്തു. അന്ന് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. എന്താണ്? സൈമൺ ഗോ ബാക്ക്. അന്ന് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. 1928 ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. അപ്പോൾ 1927 സൈമൺ കമ്മീഷൻ റിപ്പോർട്ടും സൈമൺ ഗോ ബാക്ക് എന്ന രീതിയിൽ നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റുകളും അതിന്റെ പേരിൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. നമുക്കറിയാം ലാഹോർ കോൺസ്പിറസി കേസ്, കക്കോരി കോൺസ്പിറസി കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഭഗത് സിംഗിന്റെ, രാജ്ഗുരുവിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് വരുന്നത്, അവരുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് കേസുകൾ, അവരുടെ മരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് സൈമൺ കമ്മീഷനോട് തുടങ്ങിയ തന്നെ ലാലാ ലജ്പത് റായുടെ മരണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈമൺ കമ്മീഷന് ശേഷം 1928 മുതൽക്ക് 1932 വരെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അതിന്റെ കൂടെ തന്നെ 1930, 1931, 1932 ഈ 3 ഇയേഴ്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? റൗണ്ട് ടേബിൾ കോൺഫറൻസസ്, വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന കാലമാണ്. വട്ടമേശ സമ്മേളനങ്ങൾ, ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1931, തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1932. ഇതിൽ ലണ്ടനിൽ വെച്ചാണ് ഈ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത്. ഈ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്തിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഡോക്ടർ BR അംബേദ്കർ ആണ്. ആരാണ്? 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്തിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി ഗാന്ധിജി ഇതിൽ പങ്കെടുത്തിട്ടുള്ള 1931 റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മാത്രമാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത്. ഇനി 1930 മറ്റൊരു പ്രത്യേകത എന്താണ്? ഉപ്പു സത്യാഗ്രഹം, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഇവിടെ നടക്കുകയാണ് അല്ലെ 1930. അതിന്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് ഫസ്റ്റ് വട്ടമേശ സമ്മേളനത്തിന് ഗാന്ധിജി പങ്കെടുക്കാതിരുന്നത്. അപ്പൊ 1930 സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. 1928 ശേഷം ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 1930 സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ശേഷം ഗാന്ധി ഇർവിൻ പാക്ട് ഒക്കെ വരുന്നുണ്ട് അല്ലെ. 1932 ഗാന്ധി ഇർവിൻ പാക്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗാന്ധി ഇർവിൻ പാക്ടിന്റെ ഭാഗമായിട്ടാണ് ഭഗത് സിംഗിന്റെ ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാനുള്ള ഉത്തരവ് വരുന്നതും ഭഗത് സിംഗിന്റെ മരണം സംഭവിക്കുന്നതും അങ്ങനെ ഭഗത് സിംഗിനെ കൊല്ലുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇത്തരത്തിലൊരു കലുഷിതാവസ്ഥ നിറഞ്ഞൊരു ഇന്ത്യൻ സാഹചര്യം ഭഗത് സിംഗിന്റെ മരണത്തോട് കൂടിയിട്ട് വലിയൊരു വിഭാഗം എന്താവുന്നുണ്ട്? സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു. ഇന്ത്യയിൽ മൊത്താകെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാവുന്നു. ഗാന്ധിജിയുടെ വിഭാഗം ഒരു ഭാഗത്തേക്ക് മാറുന്നു. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ 1935 ആക്ട് വരുന്നവരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം അവസ്ഥകളുടെ ഒക്കെ നടുക്ക് നിന്നുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വരുന്നത്, ബ്രിട്ടീഷുകാര് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർ ആയിട്ടുള്ള ഭാഗമാണ് 1919 to 1935 നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് 1935 ആക്ടിന്റെ ഫീച്ചേഴ്സ് നോക്കാം, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ നോക്കാം.
അതിലാണ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ആശയം അവർ മുന്നോട്ട് വെക്കുകയാണ്. ഫെഡറേഷൻ, ഫെഡറൽ ഗവൺമെന്റ്. എന്താണ് ഫെഡറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റുകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് സെൻട്രലിന്റെ അധികാരം കുറച്ചുകൊണ്ട് സ്റ്റേറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സിസ്റ്റമാണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ആശയം ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ചു. അടുത്തതാണ് ഡിവിഷൻ ഓഫ് പവേഴ്സ്. പവർ ഫെഡറൽ ഗവൺമെന്റിന്റെ കീഴിലും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് എന്ന് രണ്ടാക്കിയിട്ട് തിരിച്ചു. ഫെഡറൽ ഗവൺമെന്റും പ്രൊവിൻഷ്യൽ ഗവൺമെന്റും അധികാരത്തിനെ രണ്ടാക്കിയിട്ട് ഫെഡറൽ എന്നും പ്രൊവിൻഷ്യൽ എന്നും തരംതിരിക്കുകയാണ്. അതിനോട് ഭാഗമായി തന്നെ ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് 3 ലിസ്റ്റും കൊണ്ടുവന്നു. എന്തൊക്കെയാണ്? ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഫെഡറൽ ലിസ്റ്റിൽ 59 സബ്ജക്ട്സ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റിൽ 54 സബ്ജക്ട്, കൺകറന്റ് ലിസ്റ്റിൽ 36 സബ്ജക്ട്. ഇത്രയും രീതിയിലേക്ക് തരംതിരിച്ചു. ഇനി അടുത്തൊരു പോയിന്റ് ആണ് ഡയാർക്കി അറ്റ് ദി സെന്റർ. സെന്ററിൽ ഡയാർക്കി എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നു. അപ്പൊ നമ്മളിവിടെ കൺഫ്യൂസ് ആയി പോകരുത്. 1935 ഡയാർക്കി അറ്റ് സെന്റർ വന്നത്. ഡയാർക്കി അറ്റ് പ്രൊവിൻസ് വന്നത് 1919 മനസ്സിലായല്ലോ. പ്രൊവിൻസസിൽ ഡയാർക്കിയൽ സിസ്റ്റം കൊണ്ടുവരുന്നത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. അതേസമയം ഡയാർക്കി അറ്റ് സെന്റർ, സെന്ററിൽ തന്നെ ഡയാർക്കിയൽ സിസ്റ്റം കൊണ്ടുവരുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. അത് രണ്ടും മാറിപ്പോവാതെ തന്നെ മനസ്സിലാക്കണം. സെന്ററിൽ അത്തരത്തിലൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ട് സെന്ററിന്റെ കീഴിൽ തന്നെ റിസർവ്ഡ് സബ്ജക്റ്റ് എന്നും ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് എന്നും 2 സബ്ജക്റ്റുകൾ കൊണ്ടുവന്നു. റിസർവ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റുകൾ കൊണ്ടുവന്നു ഡയാർക്കി അറ്റ് ദി സെന്റർ. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ബൈക്യാമറൽ സിസ്റ്റം കൊണ്ടുവന്നു. ബൈക്യാമറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ ഹൗസും അപ്പർ ഹൗസും. ലോവർ ഹൗസിനെ തന്നെ ഹൗസ് ഓഫ് അസംബ്ലി അല്ലെങ്കിൽ ഫെഡറൽ അസംബ്ലി എന്നാണ് അറിയപ്പെട്ടത്. ലോവർ ഹൗസിന്റെ മറ്റൊരു പേരെന്താണ്? ഹൗസ് ഓഫ് അസംബ്ലി അല്ലെങ്കിൽ ഫെഡറൽ അസംബ്ലി എന്ന്. അപ്പർ ഹൗസ് എന്ന് പറഞ്ഞാല് അത് കുറച്ചും കൂടെ ലോവർ ഹൗസിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഒരു അപ്പർ ഹൗസ് ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ കീഴിലാണ് അത് വരുന്നത്. അതിനെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് തന്നെയാണ് അറിയപ്പെട്ടത്. അപ്പർ ഹൗസിനെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് അറിയപ്പെട്ടു. അപ്പൊ ഇതിന്റെ കീഴിലേക്ക് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ 260 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിലാണ് 260 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഈ 260 മെമ്പേഴ്സിന്റെ പല പല രീതിയിലാണ് ഇലക്ട് ചെയ്തിട്ട് എടുക്കുകയൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ ഒരു സിസ്റ്റമാണ് നിലനിന്നിരുന്നത്. ദെൻ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഫെഡറൽ കോർട്ട് സ്ഥാപിച്ചു. ഈ ഒരു ആക്ടിന്റെ ഭാഗമായിട്ട് ഫെഡറൽ കോർട്ട്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫെഡറൽ കോർട്ട് അത് സ്ഥാപിക്കുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം ഫെഡറൽ കോർട്ട് ഇൻ ഡൽഹിയിൽ സ്ഥാപിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നു. ഫെഡറൽ റെയിൽവേ അതോറിറ്റിയും കൊണ്ടുവരുന്നു. എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്നത്. ഒരു റെയിൽവേ അതോറിറ്റിയും കൊണ്ടുവരുന്നത്. ദെൻ അടുത്തൊരു പോയിന്റ് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഒരു പബ്ലിക് സർവീസ് കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റ്, ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനും പ്രൊവിൻഷ്യൽ ഓട്ടോണമിയും. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പില് ഒരു പ്രൊവിൻസസിന് ഓട്ടോണമി, സർവാധികാരം, പ്രൊവിൻസസിന് ഓരോ പ്രവിശ്യകൾക്കും ഒരു ഓട്ടോണമി, സർവാധികാരം നൽകുകയാണ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിലും ലെജിസ്ലേച്ചറിലും ഒക്കെ ഇത്തരത്തിലുള്ളൊരു സർവാധികാരം കൊണ്ടുവരികയാണ്. അപ്പോൾ ഓട്ടോണമി, അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ ഓട്ടോണമിയും എക്സിക്യൂട്ടീവിനും ലെജിസ്ലേച്ചറിനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള പവേഴ്സ് ഓരോ പ്രൊവിൻസിലും നൽകുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ 1935 ആക്ട് പ്രകാരം കൊണ്ടുവന്നു. അപ്പൊ എന്തൊക്കെയാണ് 1935 ആക്ടിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്? ഫെഡറൽ സിസ്റ്റം, ഓൾ ഇന്ത്യ ഫെഡറേഷൻ കൊണ്ടുവന്നു. പവേഴ്സ് ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ തരംതിരിച്ചു. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ കൊണ്ടുവന്നു. സെന്ററിൽ ഡയാർക്കി എന്ന് പറഞ്ഞ സിസ്റ്റം കൊണ്ടുവന്നു, ഡയാർക്കി അറ്റ് ദി സെന്റർ. അടുത്ത പോയിന്റ് ഫെഡറൽ കോർട്ട് കൊണ്ടുവന്നു. പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് RBI ആൻഡ് ഫെഡറൽ റെയിൽവേ അതോറിറ്റി. അടുത്തത് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ടുവന്നു. പിന്നെ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു, ഓട്ടോണമി കൊണ്ടുവന്നു, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ പ്രൊവിൻസസിലേക്ക് കൊണ്ടുവന്നു. ഇത്രയും കാര്യങ്ങൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകതകളാണ്. അപ്പൊ അത് മനസ്സിലായില്ലേ എന്തൊക്കെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935ന്റെ പ്രത്യേകതകൾ എന്നുള്ളത്? അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കൊണ്ടുവന്നത്. ഇതിന്റെ ഡിഫക്ട്സ് എന്തൊക്കെയാണ് പോരായ്മകൾ 1935ന്റെ? ഇപ്പോഴും സെന്ററിന്റെ അധികാരങ്ങൾ അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഈ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റും റിസർവ്ഡ് സബ്ജക്റ്റും ഒക്കെ വന്നെങ്കിലും സെന്ററിന്റെ അധികാരം അതുപോലെ തന്നെ നിലനിൽക്കണം. പ്രധാന കാര്യങ്ങൾക്കൊക്കെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് സെന്റർ തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സെന്റർ ഒരു പ്രധാന അതോറിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ പ്രൊവിൻസസിന്, പ്രവിശ്യകൾക്ക് അത്ര തന്നെ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്നുള്ളത് എന്താണ് ഈ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ആക്ടിന്റെ പ്രോബ്ലം ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അതിനോടൊപ്പം തന്നെ
നടപ്പിലാക്കാൻ വന്നിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഈക്വാലിറ്റി എന്ന് പറഞ്ഞ സിസ്റ്റം അപ്പോഴും കൊണ്ടുവന്നില്ല. എല്ലാവർക്കും സമത്വപരമായിട്ടുള്ള ഒരു ആശയം അത് അപ്പോഴും കൊണ്ടുവന്നിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും 1935 ആക്ടിന്റെ പോരായ്മകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 എന്ന് പറയുന്നത്. അപ്പോൾ 1935 പറയുമ്പോൾ തന്നെ പറഞ്ഞല്ലേ, ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരികയാണ് 1947. അപ്പോൾ 1947 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒരു ക്യാബിനറ്റ് മിഷനും ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയും ഒക്കെ നമ്മൾ തുടങ്ങി വയ്ക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട്. അപ്പോൾ 1935 ശേഷം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ആശയം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റ് പ്രോസസ് ഒക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയും അല്ലെങ്കിൽ ഒക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പ്രകാരം എന്തൊക്കെയാണ് നടക്കണമെന്ന് നോക്കാം. അതായത് ജൂലൈ 1946 ക്യാബിനറ്റിൽ, ബ്രിട്ടീഷ് ക്യാബിനറ്റിൽ ബില്ല് പാസ്സാവുന്നത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നുള്ളൊരു ബില്ല് പാസ്സാവുന്നത്. ലോർഡ് മൗണ്ട് ബാറ്റൻ ആണ് അവസാനമായിട്ട് ഇന്ത്യയിൽ ഭരിച്ചിട്ടുള്ള വൈസ്രോയ് എന്ന് പറയുന്നത്. മൗണ്ട് ബാറ്റന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു ഇൻഡിപെൻഡൻസ് ആക്ട് എല്ലാം കൊണ്ടുവരുന്നത്. ഇൻഡിപെൻഡൻസ് ജൂൺ 3, 1947 പാർട്ടിഷനിങ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു സിസ്റ്റത്തിലേക്ക് മൗണ്ട് ബാറ്റൻ അനൗൺസ് ചെയ്യുന്നത്. ജൂൺ 3, 1947 മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ ആണത്. ലോർഡ് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കിയത് ജൂൺ 3, 1947. പ്രധാനമായിട്ട് അതിൽ വന്ന പ്രഖ്യാപനം എന്തായിരുന്നു? പാർട്ടിഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യനെ രണ്ടായിട്ട് വിഭജിക്കുക എന്നുള്ളതായിരുന്നു. ഇനി ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിലും ബ്രിട്ടീഷ് പാർലമെന്റ് ജൂലൈ 5, 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് പാസ്സാക്കുന്നത്. എന്നാണ് ബ്രിട്ടീഷ് ക്യാബിനറ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് പാസ്സാക്കുന്നത് ജൂലൈ 5, 1947. ജൂലൈ 5, 1947 ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് പാസ്സാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 14, 1947 അർദ്ധരാത്രിയോട് കൂടിയിട്ട്, അതായത് ഓഗസ്റ്റ് 15 ഇന്ത്യ ഇൻഡിപെൻഡൻസ് നേടുകയാണ്. അതാണ് അതിന്റെ ഒരു ഇൻഡിപെൻഡൻസ് ആക്ടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ് അത് വന്നതെന്ന് മാത്രം. ഇനി എന്തൊക്കെയായിരുന്നു ഈ 1947 ആക്ടിന്റെ പ്രധാനമായിട്ടുള്ള പ്രൊവിൻസസ് എന്ന് പറയുന്നത്? ബേസിക്കലി ഇന്ത്യ ഇൻഡിപെൻഡൻസ് നേടുകയാണ്. ജൂൺ 1948 ആയിരുന്നു ആദ്യം ഇൻഡിപെൻഡൻസിന് നിശ്ചയിച്ചിരുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഓഗസ്റ്റ് 15, 1947 തന്നെ ഇന്ത്യ ഇൻഡിപെൻഡൻസ് നേടുകയാണ്. ദെൻ അടുത്തെന്ന് വെച്ചാൽ ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിക്കുന്നു. എന്താണ്? പാർട്ടിഷനിങ് ഓഫ് ഇന്ത്യ ഇൻടു ടു. ഇന്ത്യയും പാകിസ്ഥാനും അങ്ങനെ രണ്ടായിട്ട് ഇന്ത്യനെ വിഭജിക്കുന്നു. പിന്നെ അതിന്റെ ഭാഗമായിട്ട് സർ റാഡിക്ലിഫ് ബൗണ്ടറീസ് നിശ്ചയിക്കാൻ, പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ബൗണ്ടറീസ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് റാഡിക്ലിഫ് എന്ന് പറയുന്ന വ്യക്തിനെ നിയോഗിക്കുന്നു. സർ റാഡിക്ലിഫ്. ആ റാഡിക്ലിഫ് എന്നുള്ള പേര് മറന്നു പോകരുത്, അത് ഇമ്പോർട്ടന്റ് ആണ്. റാഡിക്ലിഫ് ആണ് ബൗണ്ടറീസ് തീരുമാനിക്കാൻ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്നത് റാഡിക്ലിഫിനെയാണ്. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും പാകിസ്ഥാനും പ്രത്യേകമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായിരിക്കും. ഇവിടെ ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളുണ്ട് ഇന്ത്യയിൽ. ആ സമയത്ത് നാട്ടുരാജ്യങ്ങൾക്ക് പാകിസ്ഥാന്റെയോ ഇന്ത്യയുടെയോ കൂടെ സ്വതന്ത്രമായിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേരാം. അപ്പൊ ഓരോ പ്രിൻസ്ലി സ്റ്റേറ്റിനും ഓരോ നാട്ടുരാജ്യത്തിനും തീരുമാനിക്കാം ഇന്ത്യയുടെ കൂടെ നിൽക്കണോ പാകിസ്ഥാന്റെ കൂടെ നിൽക്കണോ, അതോ സ്വതന്ത്രമായി നിൽക്കണമെങ്കിൽ അതിനും നിൽക്കാം. അപ്പൊ ഇന്ത്യ ഓർ പാകിസ്ഥാൻ ഓർ ഇൻഡിപെൻഡന്റ്, അങ്ങനെ 3 ഓപ്ഷനാണ് ഈ ഒരു ഡിവിഷൻ പ്രകാരം 47 ആക്ട് പ്രകാരം മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും അംഗങ്ങളാവാം, എപ്പോൾ വേണമെങ്കിലും അവർക്ക് രണ്ടുപേർക്കും പിൻവലിഞ്ഞു പോവുകയും ചെയ്യാം. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനോടൊപ്പം തന്നെ ബ്രിട്ടീഷ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നുള്ള പദവി ഒഴിയുകയാണ്. ഇന്ത്യയുടെ പരമാധികാരം അങ്ങനെ അംഗീകരിക്കാം. അപ്പൊ സുപ്രമസി ഇന്ത്യൻ പരമാധികാരം അംഗീകരിച്ചുകൊണ്ട് 1947 ആക്ട് നിലവിൽ വരികയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 1947 ആക്ടിൽ വരുന്നത്. അങ്ങനെയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലേ. 1947 മുമ്പ് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്നുള്ള ആശയം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇവിടെ നിലനിന്നിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ആശയം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം. ഇന്ത്യ ഒരു കാലത്ത് സ്വാതന്ത്ര്യം നേടുമെന്നും അങ്ങനെ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഭരണഘടന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിനെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി? എന്താണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി? നമുക്ക് നോക്കാം. എന്താണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു അസംബ്ലിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത്.
ക്ലെമന്റ് അറ്റ്ലിയാണ് ഇതിന്റെ ഒരു ക്യാബിനറ്റ് മിഷൻ ആദ്യമായിട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഫോം ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് ആദ്യം തുടങ്ങുന്നത്? ക്ലെമന്റ് അറ്റ്ലിയുടെ നേതൃത്വത്തിലാണ് ഭരണഘടനയുടെ പ്രക്രിയകൾ ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷൻ തുടങ്ങുന്നത്. അതിനുശേഷം ഒരുപാട് ചർച്ചകൾക്ക് ശേഷം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യാണ്. ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മീറ്റ് ചെയ്യുന്നത് ഡിസംബർ 9, 1946 ബിഫോർ ഇൻഡിപെൻഡൻസ് ആണെന്ന് പറഞ്ഞു അല്ലെ. 1946 ഡിസംബർ 9 ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മീറ്റ് ചെയ്യുന്നത്. എവിടെ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് ഭരണഘടന നിർമ്മിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് ഭരണഘടന നിർമ്മിക്കുന്നത്. ഭരണഘടനയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചാണ് ഫോം ചെയ്യുന്നത്. എല്ലാ സംഭവങ്ങളും അവിടെ വെച്ചാണ് അവർ ആദ്യം ഫോം ചെയ്തെടുക്കുന്നത്. അപ്പൊ ഡിസംബർ 9, 1946 ഡൽഹിയിൽ വെച്ചിട്ട് ആദ്യത്തെ മീറ്റിംഗ് അവർ നടത്തുന്നു. അന്ന് ന്യൂഡൽഹിയിൽ എവിടെ വെച്ച് അവർ മീറ്റിംഗ് നടത്തി വെച്ചില്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ് മീറ്റിംഗ് നടത്തുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പാർലമെന്റ് ഹൗസിന്റെ സെൻട്രൽ ഹാളാണ് അന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് ആ മീറ്റിംഗിൽ 207 റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. 207 അംഗങ്ങളാണ് അന്നതിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ 9 പേര് സ്ത്രീകളായിരുന്നു. 9 സ്ത്രീകളടക്കം 207 പേര് അതിലൊന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ താൽക്കാലികമായിട്ടുള്ള ചെയർമാൻ ആയിരുന്നു വെച്ചാൽ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലികമായിട്ടുള്ള ചെയർമാൻ. ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക ചെയർമാൻ. പിന്നീട് രാജേന്ദ്ര പ്രസാദ് സ്ഥിരം ചെയർമാനായിട്ട് അല്ലെങ്കിൽ സ്ഥിരം പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രത്യേകതകൾ പറഞ്ഞത്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടന നിർമ്മിച്ചതിൽ പ്രധാന കർത്തവ്യം നിർമ്മിച്ചത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലാണ്. അത് ആദ്യമായിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള ഡിസംബർ 9, 1946 കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ്, ഇന്നത്തെ പാർലമെന്റ് ഹൗസിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ട്. എന്നാണ് ആദ്യം 1946 ഡിസംബർ 9 ന്യൂഡൽഹിയിൽ. ഇനി അതിൽ ആദ്യമായിട്ട് പങ്കെടുത്തത് 207 റെപ്രസെന്റേറ്റീവ്സ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ താൽക്കാലികമായിട്ടുള്ള ചെയർമാനായിട്ട് സച്ചിദാനന്ദ സിൻഹയാണ് ഉണ്ടായിരുന്നത്. സ്ഥിരമായിട്ട് അതിന്റെ പ്രസിഡന്റായിട്ട് പിന്നീട് നിയോഗിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എത്ര വർഷം എടുത്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തിട്ടുണ്ട്. എത്ര? 2 വർഷം 11 മാസം 17 ദിവസവും എടുത്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഡ്രാഫ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ നിർമ്മിക്കപ്പെട്ടിട്ടില്ല, അതിന്റെ ഒരു ഡ്രാഫ്റ്റ് രൂപം നിർമ്മിക്കുന്നത്. ഡ്രാഫ്റ്റ് രൂപമാണ് ഇത്രയും ദിവസങ്ങൾ എടുത്തുകൊണ്ട് നിർമ്മിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് 11 സെഷൻസ് 11 പ്രാവശ്യം അവർ ഒത്തുചേർന്നിട്ടുണ്ട്. 11 സെഷൻസ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ 11 സെഷൻസോട് കൂടിയിട്ട് 2 years 11 months 17 days എടുത്തിട്ടാണ് അവരൊരു ഡ്രാഫ്റ്റിലേക്ക്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഡ്രാഫ്റ്റിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇങ്ങനെ കൂടുന്നതിൽ ക്യാബിനറ്റ് മിഷൻ ഉണ്ടായിരുന്നു. ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഷൻ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ക്യാബിനറ്റ് മിഷന്റെ ഒരുപാട് റെക്കമെൻഡേഷൻസ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സ്വീകരിക്കുന്നുണ്ട്. ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കുറച്ച് ആശയങ്ങൾ അതിൽ പ്രകാരം സ്വീകരിച്ചിട്ടുള്ള എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിൽ നിന്ന്, അതായത് ഓരോ പ്രൊവിൻസസിന് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. പ്രൊവിൻസസിന് ഒരു പ്രാദേശികമായിട്ടുള്ള പ്രവിശ്യകൾക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലികളുണ്ട്. ആ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് 292 മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. എത്ര? 292 മെമ്പേഴ്സിനെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് നിന്ന് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. അത് കൂടാതെ പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നാട്ടുരാജ്യങ്ങൾ. ഇന്ത്യയിലെ പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ നിന്ന് 93 മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. കൂടാതെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് പ്രകാരം മറ്റ് ഭാഗങ്ങളിൽ നിന്നായിട്ട് ഒരു 4 മെമ്പേഴ്സിനെയും റെപ്രസെന്റേഷൻ ആയിട്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് അഡീഷണൽ ആയിട്ട് ഇത്രയും ആൾക്കാരെ കൂട്ടിച്ചേർക്കുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ആ ഡിവിഷൻ വന്നിരിക്കുന്നത്? പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവിൽ നിന്ന് 292 മെമ്പേഴ്സ്, പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്ന് 93 മെമ്പേഴ്സ്, പിന്നെ മറ്റ് വിഭാഗങ്ങളിൽ നിന്നായിട്ടൊക്കെ ഒരു 4 മെമ്പേഴ്സിനെയും കൂടെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷനോട് കൂടെ വന്നിട്ട് ടോട്ടൽ 389 മെമ്പേഴ്സ് ആയിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. എത്രയാണ്? 389 മെമ്പേഴ്സ്. അപ്പൊ ഇതാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കറിയാം അല്ലെ, മൗണ്ട് ബാറ്റൻ പ്ലാൻ വന്നു. ജൂൺ 3, 1947 മൗണ്ട് ബാറ്റൻ പ്ലാൻ വന്നു. ഈ മൗണ്ട് ബാറ്റൻ പ്ലാനിന്റെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്തായിരുന്നു? ഡിവിഷൻ ആയിരുന്നു. ഇന്ത്യ പാക് ഡിവിഷൻ ആയിരുന്നു അറിയാം അല്ലെ. അപ്പോൾ മൗണ്ട് ബാറ്റൻ പ്ലാൻ വന്നപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടുമായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ അത് പ്രകാരം എന്തായി? ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ
എണ്ണം കുറഞ്ഞു വന്നു. അപ്പൊ പാകിസ്ഥാൻ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് പേരെന്തായി പാകിസ്ഥാന്റെ കൂടെ പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നൊരു ആശയം വന്നപ്പോൾ ഈ അസംബ്ലി 389 മെമ്പേഴ്സ് ഉണ്ടായിരുന്ന അസംബ്ലി 299 മെമ്പേഴ്സ് ആക്കിയിട്ട് ചുരുങ്ങുകയാണ് ഉണ്ടായത്. അപ്പൊ മൗണ്ട് ബാറ്റൻ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ 299 മെമ്പേഴ്സ് ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചുരുങ്ങി. അങ്ങനെ ഈ ഒരു സ്ട്രക്ചറിലാണ് പിന്നീട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഡിസംബർ 13, 1946 ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു മൗണ്ട് ബാറ്റൻ പ്ലാനിനൊക്കെ ഒരുപാട് മുമ്പ് 1946 ഡിസംബർ 13 ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അത് ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ള കാര്യം ഈ റെസൊല്യൂഷന്റെ ഭാഗമാക്കി, അല്ലെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗമാക്കി. എന്തായിരുന്നു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രകാരം ഇന്ത്യനെ ഒരു ഇൻഡിപെൻഡന്റ് റിപ്പബ്ലിക് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്? ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് റിപ്പബ്ലിക് ആണെന്നുള്ളത്, സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ് ഇന്ത്യ എന്നാണ് ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ചത്. അത് പ്രകാരം ഇന്ത്യക്ക് എന്തൊക്കെ ഉണ്ട്? ഇറ്റ് ഗീവ് ഈക്വാലിറ്റി, ജസ്റ്റിസ്, തോട്ട് ഓഫ് എക്സ്പ്രഷൻ, ഫെയ്ത്ത്, റൈറ്റ് ടു സ്പീച്ച്, പിന്നെ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിനുള്ള പ്രൊട്ടക്ഷനും ഇന്ത്യയിലെ സിറ്റിസൺസിനൊക്കെ ഉള്ള പ്രൊട്ടക്ഷനും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്? ഈക്വാലിറ്റി, സമത്വം, നീതി, അതുപോലെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള, ചിന്തിക്കാനുള്ള, തോട്ട് ഓഫ് എക്സ്പ്രഷൻ, അച്ഛാ സ്വതന്ത്രമായിട്ട് പ്രകടിപ്പിക്കാൻ, ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശങ്ങൾ, ഫെയ്ത്ത് വിശ്വസിക്കാനുള്ള അവകാശം, സ്പീച്ച് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനുള്ള, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ മറ്റ് ബാക്ക്വേർഡ് ക്ലാസ്സസിനുള്ള പ്രൊട്ടക്ഷൻ, അതുപോലെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും, എല്ലാ സിറ്റിസണുമുള്ള പ്രൊട്ടക്ഷൻ. ഇത്രയും കാര്യങ്ങൾ ഉറപ്പുവരുത്തലാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലൂടെ പറഞ്ഞത്. അപ്പൊ ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക് ആണ്. അങ്ങനെ പരമാധികാര റിപ്പബ്ലിക് ആയി ഇന്ത്യയിൽ എന്തൊക്കെ ഉണ്ടാവും? സമത്വം ഉണ്ടാവും, നീതി ഉണ്ടാവും, സ്വാതന്ത്ര്യം ഉണ്ടാവും, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ പിന്നോക്കമായി നിൽക്കുന്നവരെ സംരക്ഷിക്കാനും ഇന്ത്യയിലെ ജനങ്ങൾക്കൊക്കെ സംരക്ഷണം നൽകുകയും ചെയ്യണം. അതാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രകാരം ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ 1946 വന്നിട്ടുള്ള ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഭാഗമാക്കിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജനുവരി 22, 1947 ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കൂട്ടിച്ചേർക്കുന്നത്. അതിന്റെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാവണം എന്ന രീതിയിലേക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അത് അഡോപ്റ്റ് ചെയ്തിട്ട് വെക്കുന്നത്. അങ്ങനെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അവസാനം ഓഗസ്റ്റ് 29, 1947 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിനെ നിയോഗിക്കുന്നത്. അപ്പോൾ 1946 ഡിസംബർ 9, 1946 തുടങ്ങിയ പ്രയത്നം ഓഗസ്റ്റ് 29, 1946 അവര് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആ ഒരു പ്രയത്നം നിർത്തുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടാണ് നിർത്തുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് എന്ത് നിർമ്മിക്കുന്നത്? ഭരണഘടന നിർമ്മിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ്. അപ്പോ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? കരട് രൂപം നിർമ്മിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ വരെ ആക്കിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രയത്നം നിർത്തുന്നത്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് എന്താണ്? ഓഗസ്റ്റ് 29, 1947 ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അപ്പോയിന്റ് ചെയ്യുകയാണ്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. അപ്പൊ ഡോക്ടർ BR അംബേദ്കർ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ശില്പി എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഡ്രാഫ്റ്റ് കരട് രൂപം നിർമ്മിച്ച് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചേർന്നിട്ട് കിട്ടിയ ആശയങ്ങളെല്ലാം വെച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആശയം, അതിന്റെ കരട് രൂപവും കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാവിധ കാര്യങ്ങളും നിർമ്മിച്ചെടുക്കുന്നത്, ഭരണഘടന നിർമ്മിച്ചെടുക്കുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് അതിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് വരുന്നത്. അങ്ങനെ ഡോക്ടർ BR അംബേദ്കറും ആ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു കരട് രൂപം നിർമ്മിക്കുന്നുണ്ട്. അതിന്റെ മുമ്പേ ആയിട്ട് 7635 അമെൻഡ്മെന്റുകൾ അവർ ഡിസ്കസ് ചെയ്യുകയും തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. 7635 അമെൻഡ്മെന്റുകൾ തള്ളിക്കളയുന്നുണ്ട്. അതിൽ നിന്ന് 2473 അമെൻഡ്മെന്റുകൾ അവർ ടേബിൾ ആക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് ഡിസ്കഷൻസും തള്ളിക്കളയിലൊക്കെ നടന്നിട്ടുണ്ട്. അതിൽ 2473 ഡിസ്കഷൻസ് ആണ് അവർ എന്ത് ചെയ്യുന്നത്? കൂട്ടിച്ചേർക്കുന്നത്, അല്ലെങ്കിൽ ഡ്രാഫ്റ്റിലേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അങ്ങനെ ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് ഇവിടെ നിർമ്മിക്കുകയാണ്.
എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ വന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യുന്നത് November 26, 1949 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്നത് November 26, 1949 അതില് എല്ലാരും മെമ്പേഴ്സ് ഒക്കെ സിഗ്നേച്ചർ വെക്കുന്നത് January 24, 1950 അതില് 284 മെമ്പേഴ്സ് 284 മെമ്പേഴ്സ് സൈൻ ചെയ്യുന്നുണ്ട്. ഇനി അത് അധികാരത്തിൽ വരുന്ന അല്ലെങ്കിൽ came into force പ്രാബല്യത്തിൽ വരുന്നത് January 26, 1950. എന്നുവെച്ചാൽ എന്താണ്? റിപ്പബ്ലിക് ഡേ ആണ്. January 26, 1950 ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക് ആവുന്നത്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ആശയം നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് കൊണ്ടാടുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ came into force അത് അധികാരത്തിലേക്ക് വരുന്നതോടുകൂടി. അപ്പൊ 3 ഇയേഴ്സ് ആണ്. 3 ഡേറ്റും ഈ ഇയറും ഡേറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. 3 നമ്മൾ ഓർത്തിരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്നത് November 26, 1949. അതിൽ എല്ലാ മെമ്പേഴ്സും സൈൻ ചെയ്യുന്നത് January 24, 1950. then came into force പ്രാബല്യത്തിൽ വരുന്നത് അല്ലെങ്കിൽ ഒരു നിയമമായിട്ട് തന്നെ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ came into force അധികാരത്തിലേക്ക് വരുന്നത് January 26, 1950. ഈ 3 വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിലേക്ക് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രവർത്തനം പറഞ്ഞു, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനം പറഞ്ഞു, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കറിന്റെ പ്രവർത്തനം പറഞ്ഞു. ഇത് പ്രവർത്തനം നമ്മൾ ചുരുങ്ങിയ രൂപത്തിലാണ് പറയുന്നത്. ഇതിൽ ഒരുപാട് വാദപ്രതിവാദങ്ങളും ഒരുപാട് ഡിസ്കഷൻസും തള്ളിക്കളയലുകളും അങ്ങനെ ഓരോ നിയമവും ഓരോ ആർട്ടിക്കിളുകളെ കുറിച്ചും തന്നെ ദീർഘങ്ങളായിട്ട് ചർച്ചകളും ഡിസ്കഷൻസും ഒക്കെ അങ്ങനെ വന്നു പോകുന്നുണ്ട്. ഓരോ ആർട്ടിക്കിളും എടുത്തെടുത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് സെഷൻസ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഡ്രാഫ്റ്റ് ഒക്കെ രൂപീകരിച്ച് അതിനൊരു ഫൈനൽ ആയിട്ടുള്ള അംഗീകാരം ലഭിക്കുന്നത്. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചെയർമാൻ അംബേദ്കർ ആയിരുന്നു എന്ന് പറഞ്ഞു, ഡോക്ടർ അംബേദ്കർ ആയിരുന്നു എന്ന് പറഞ്ഞു. അതില് പെർമനന്റ് പ്രസിഡന്റ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പെർമനന്റ് പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നമ്മൾ താൽക്കാലികമായിട്ട് പ്രസിഡന്റ് ആയിട്ട് സച്ചിദാനന്ദ സിൻഹനെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ശരിക്കുള്ള പ്രസിഡന്റ് ആയിട്ട് പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. രാജേന്ദ്ര പ്രസാദിന് ശേഷം അതിലുള്ള മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു, രാജഗോപാലാചാരി, പട്ടേല്, മൗലാന അബ്ദുൽ കലാം ആസാദ്, അങ്ങനെ ഒരുപാട് പേരായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കുറെ അംഗങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത്. പിന്നെ അതിനു പുറമെ തന്നെ മറ്റ് എല്ലാ കാസ്റ്റ്, എല്ലാ റിലീജിയൻ, പല വിഭാഗങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഉൾപ്പെടുത്താനുള്ള ആശയം കൊണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ആംഗ്ലോ ഇന്ത്യൻ മെമ്പറായിട്ട് ഫ്രാങ്ക് ആന്റണിനെയാണ് ഉൾക്കൊള്ളിച്ചത്. ആംഗ്ലോ ഇന്ത്യൻ മെമ്പറായിട്ട് ഫ്രാങ്ക് ആന്റണി, പാഴ്സി മെമ്പറായിട്ട് HP മോദി, ദെൻ ഒരു വിമൻ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇവരൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മറ്റംഗങ്ങളായിട്ട് വന്നത്. അങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വരുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഒരു പ്രാതിനിധ്യം വരുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നമ്മൾ പറഞ്ഞല്ലേ ഒരുപാട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കിയാൽ അറിയാം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പല പല സ്ഥലത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറയുമ്പോൾ പറഞ്ഞത് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ട് ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇതെല്ലാം പരിഗണിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പല കാര്യങ്ങളും പല രാഷ്ട്രങ്ങളിൽ നിന്നും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അതിനെ മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. പല രാഷ്ട്രങ്ങളിൽ നിന്നും മാതൃകയാക്കിക്കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ പല കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഉദാഹരണത്തിൽ പാർലമെന്ററി സിസ്റ്റം വന്നത് ഇംഗ്ലണ്ടിനെ മാതൃകയാക്കിക്കൊണ്ടാണ്, പാർലമെന്ററി സിസ്റ്റം. പിന്നെ ഫെഡറൽ സംവിധാനം, അവകാശ രേഖ, ജുഡീഷ്യൽ റിവ്യൂ, ഫണ്ടമെന്റൽ റൈറ്റ്സ് വെച്ചാൽ മൗലിക അവകാശങ്ങൾ, ഇതെല്ലാം വന്നത് അമേരിക്കൻ മോഡലായിട്ടാണ്, അമേരിക്കനെ മാതൃകയാക്കിക്കൊണ്ടാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ വരുന്നത് USSRനെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റഷ്യനെ മാതൃകയാക്കിക്കൊണ്ടാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. എമർജൻസി, അടിയന്തരാവസ്ഥ വരുന്നത് ജർമ്മനിനെ മാതൃകയാക്കിക്കൊണ്ടാണ്. നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ വരുന്നത് അയർലാൻഡിനെ മാതൃകയാക്കിക്കൊണ്ടാണ് നിർദ്ദേശക തത്വങ്ങൾ വരുന്നത്. അങ്ങനെ പിന്നെ 3 ടയർ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്, 3 തലത്തിലുള്ള ഗവൺമെന്റ് സംവിധാനത്തെ 3 തലമായിട്ട് തിരിക്കുക, 3 ടയർ സിസ്റ്റം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ അതൊക്കെ കൊണ്ടുവന്നത് കാനഡയിൽ നിന്നാണ്. അപ്പൊ ഓരോ സംവിധാനങ്ങളും ഓരോ സ്ഥലത്തിന് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തുള്ള വ്യവസ്ഥകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് വന്നത്. അതുപോലെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞ ആശയം ഫ്രാൻസിനെ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഓരോ രാഷ്ട്രങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ ഭാഗങ്ങളും നമ്മൾ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് അത് വന്നിട്ടുള്ളത്.
അങ്ങനെ പല സ്ഥലത്തു നിന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ 22 പാർട്സ് തുടക്കത്തിലാണ് പറഞ്ഞത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 ജനുവരി 26 അധികാരത്തിൽ വരുമ്പോ സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ 22 പാർട്ട്, 8 ഷെഡ്യൂള്, 395 ആർട്ടിക്കിൾ. എത്രയാണ്? 22 പാർട്സ്, 8 ഷെഡ്യൂൾസ്, 395 ആർട്ടിക്കിൾസ്. 22 ഭാഗങ്ങള്, 8 പട്ടികകള്, 395 പ്രമാണങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് ഇതിൽ ഒരുപാട് 395 ആർട്ടിക്കിൾസ് ഒക്കെ പിന്നീട് മാറിയിട്ടുണ്ട്. 8 ഷെഡ്യൂൾസ്, 12 ഷെഡ്യൂൾസ് ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് ഇതായിരുന്നു അതിന്റെ ഘടന എന്ന് പറയുന്നത്. ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതായിരുന്നു. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഈ ഒരു ഫോർമാറ്റിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. ഇനി 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ പറയുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് തിയറി ഓഫ് പാർലമെന്ററി സോവറിനിറ്റി ആൻഡ് ദ അമേരിക്കൻ തിയറി ഓഫ് ജുഡീഷ്യൽ സുപ്രമസി. എന്താണ്? ഒന്നുകൂടെ പറയാം. ബ്രിട്ടീഷ് തിയറി ഓഫ് പാർലമെന്ററി സോവറിനിറ്റി ആൻഡ് അമേരിക്കൻ തിയറി ഓഫ് ജുഡീഷ്യൽ സുപ്രമസി. അതെന്ന് പറയാൻ വളരെ സിമ്പിൾ ആണ്. ബ്രിട്ടീഷിന്റെ മാതൃകയിലുള്ള പാർലമെന്റിന്റെ പരമാധികാരവും അതേസമയം അമേരിക്കൻ മോഡലായിട്ടുള്ള കോടതിയുടെ ഉയർന്ന അധികാരവും, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്. അതായത് ബോത്ത് പാർലമെന്റ് ആൻഡ് ജുഡീഷ്യറി. ഇന്ത്യയുടെ സിസ്റ്റം അർത്ഥം നമുക്കറിയാം അല്ലെ. ഒരേ സമയം പാർലമെന്റിനും ജുഡീഷ്യറിക്കും ഒരേപോലെ എന്താ പറയാ, അതിൻ്റെതായ ഇൻഫ്ലുവൻസ് രണ്ട് ഘടനയ്ക്കും കൊടുത്തിട്ടുണ്ട്. പാർലമെന്റിനും ജുഡീഷ്യറിക്കും ഒരേപോലെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ ഒരു സംവിധാനത്തിനെ പറയുന്ന ഒരു ടേം മാത്രമാണത്. അതായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സ്ട്രക്ചർ നിലനിൽക്കുന്നത്. ഇനി അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മുഖാന്തരം കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന്റെ ഒരു രീതി പറഞ്ഞല്ലേ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരുന്നു, അതിന് എത്ര പാർട്സ് ഉണ്ട്, എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 ജനുവരി 25 ജനുവരി 26 നിലവിൽ വന്നു. ഇനി എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അടുത്ത് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെ അധികാരത്തിനെ നിർണ്ണയിക്കുന്ന, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ ഡ്യൂട്ടീസ് എല്ലാം നിർണ്ണയിക്കുന്ന, അത് കൃത്യമായിട്ട് എങ്ങനെ നടപ്പിലാക്കണം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടന, ഒരു ഭരണം എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളൊരു ഘടനയാണ് ഭരണഘടന എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ ഉണ്ട് നമുക്ക് പറയാം. The basic principles and laws of a nation state or social group that determine the powers and duties of the government and guarantee certain rights to the people in it. എന്തൊക്കെയാണ്? അതൊരു ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. ബേസിക് ആയിട്ട് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഒരു പ്രിൻസിപ്പിൾസും ലോസും അടങ്ങിയിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഉള്ളത്? ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു ടെറിട്ടറിയുടെ ഭരണത്തിന് വേണ്ടിയിട്ടാണ്. ആ ഭരണം എങ്ങനെയാവണം? ആ ഭരണം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണം, അവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കണം. അപ്പോ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ എന്തായിരിക്കണമെന്നും അവരുടെ അവകാശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനും അതിനു വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന കുറെ നിയമങ്ങളുടെയും തത്വങ്ങളുടെയും കൂട്ടത്തിനെയാണ് എന്ത് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറെ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ആണ് ഫോർ ദി സിറ്റിസൺ ഓഫ്, ഒരു രാജ്യത്തിലെ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് എന്ത് വേണ്ട, വെറുതെ ഒരു നിയമമല്ല. ആ രാജ്യത്തിലെ സിറ്റിസൺ എങ്ങനെയായിരിക്കണം, അവരുടെ വെൽഫെയറിന് വേണ്ടിയുള്ളതായിരിക്കണം. അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ജനങ്ങളുടെ എന്താ പറയാ പുരോഗതിക്കും അതുപോലത്തെ വെൽത്തിന് എന്താ പറയാ വെൽത്തി ആയിരിക്കാന്ന് വെച്ചാൽ എന്താ പറയാ നമ്മൾ കൂടുതലായിട്ട് അതിന്റെ റൈറ്റ്സ്, നമ്മുടെ അവരുടെ അധികാരത്തിന് വേണ്ടി, അധികാരങ്ങൾ ജനങ്ങൾക്ക് ജനങ്ങളുടേതായിട്ടുള്ള അധികാരങ്ങൾ, അവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് അത് നിലനിർത്താൻ പറ്റുന്നതായിരിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഓരോ രാജ്യത്തും ഓരോ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഘടനകൾ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, എഴുതി വെക്കപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ കോഡിഫൈഡ് ഓർ അൺകോഡിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അത് ഫ്ലെക്സിബിൾ, ഇൻഫ്ലെക്സിബിൾ, അത് നമുക്ക് അയവുള്ളതോ അയവില്ലാത്തതെന്നൊക്കെ പറയുന്ന കോഡിഫൈഡ് ഓർ അൺകോഡിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. മൊണാർക്കിയൽ ആൻഡ് റിപ്പബ്ലിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. മൊണാർക്കിയൽ എന്ന് വെച്ചാൽ എന്താണ്? രാജാധികാരത്തിന് കീഴിൽ വരുന്നത്. റിപ്പബ്ലിക്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാധികാരം രാജാവിനല്ല ഗവൺമെന്റിന് വരുന്ന റിപ്പബ്ലിക്കൻ മോഡൽ ഉണ്ട്. ദെൻ പ്രസിഡൻഷ്യൽ ആൻഡ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഫെഡറൽ ആൻഡ് യൂണിറ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ജനറൽ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു അല്ലെ.
എന്താണ് പറഞ്ഞത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അവിടുത്തെ ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ടെറിട്ടറിയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് എങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യണം, അവരുടെ റൈറ്റ്സ് എങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്ന് ഒരു ഗവൺമെന്റ് വരികയും ആ ഗവൺമെന്റ് എങ്ങനെ ആയിരിക്കണം എന്ന് കുറെ നിയമവും പ്രിൻസിപ്പിൾസും വെച്ച് പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് അല്ലെ. ദ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ആണ് ഒരു നേഷൻ ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ അവിടെ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെന്റ് ഫോളോ ചെയ്യേണ്ട. ഇനി ഓരോരുത്തരും ഓരോ രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതില് തോമസ് പേനെ എന്ന് പറഞ്ഞ ഒരു സ്കോളർ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ തിങ് ആന്റിസിഡന്റ് ടു ഗവൺമെന്റ് ആൻഡ് എ ഗവൺമെന്റ് ഈസ് ഓൺലി ദ ക്രിയേറ്റർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഗവൺമെന്റ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, കോൺസ്റ്റിറ്റ്യൂഷനെ നടപ്പിലാക്കുന്നത് ഗവൺമെന്റ് ആണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്തിട്ടാ പറയുന്നത് അല്ലെ. ഗവൺമെന്റ് നടപ്പിലാക്കുന്നതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ മുഖാന്തരമായിരിക്കണം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള ഗവൺമെന്റ് തീരുമാനിക്കുന്നു. അതാണ് തോമസ് പേന്റെ അഭിപ്രായത്തിൽ. CF സ്ട്രോങ് ഒരു വ്യക്തിയാണ്. CF സ്ട്രോങ് എന്ന് പറഞ്ഞ സ്കോളർ, CF സ്ട്രോങ് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ദ പവർ ഓഫ് ഗവൺമെന്റ് ആൻഡ് ദി റൈറ്റ്സ് ഓഫ് പീപ്പിൾ. ഗവൺമെന്റിന്റെ അധികാരവും ജനങ്ങളുടെ റൈറ്റും തമ്മിലുള്ള ബന്ധമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതാണ് CF സ്ട്രോങ് പറഞ്ഞത്. ഗിൽക്രൈസ്റ്റ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത് റിട്ടൺ ഓർ അൺറിട്ടൺ ആവാം, എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആവാം. പക്ഷെ അതിൽ എന്താണ് ഉൾക്കൊള്ളിക്കുന്നത്? ഗവൺമെന്റുകൾ എങ്ങനെയാണ് സംഘടന നടത്തേണ്ടത്, ഗവൺമെന്റിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കണം എന്നാണ് പറയുന്നത്. അത് എന്തിനൊക്കെ വേണ്ടിയിട്ട്? വിവിധങ്ങളായ ഏജൻസീസ് മുഖാന്തരം ഗവൺമെന്റിന്റെ ഫംഗ്ഷൻ വെൽഫെയർ ഓഫ് ദി നേഷൻ, രാജ്യത്തിന്റെയും ജനങ്ങളുടെയും വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് എഴുതി വെച്ചതോ വെക്കാത്തതോ ആയ ഒന്നിനെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാമെന്ന് ഗിൽക്രൈസ്റ്റ് പറയുന്നു. അടുത്തൊരു വ്യക്തിയാണ് ജോർജ് ജെല്ലിലിങ്ക് എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലോസ് ആണ്, അല്ലെങ്കിൽ ലോ മേക്കിംഗ് ആണ്, ഡിസിഷൻ മേക്കിംഗ് ആണ്. ആരായിരിക്കണം ഒരു സുപ്രീം അതോറിറ്റി, ഒരു പരമാധികാരം ആരായിരിക്കണം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ലോസോ അല്ലെങ്കിൽ ലോ മേക്കിംഗ്, നിയമനിർമ്മാണങ്ങളോ അല്ലെങ്കിൽ നിയമവുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ജോർജ് ജെല്ലിക് പറഞ്ഞത്. GS ലൂയിസ് എന്താണ് പറയുന്നത്? GS ലൂയിസ് പറയുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിനെ ക്രമപ്പെടുത്തി വിവിധ തലത്തിലേക്ക് വിന്യസിപ്പിക്കുന്ന ഒരു രൂപരേഖയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തിനെ പല ഏജൻസികൾക്കായിട്ട് അതെങ്ങനെ നടപ്പിലാക്കണം എന്നത് പല ഏജൻസികളിലേക്കായി വിട്ടുകൊടുത്തുകൊണ്ട് നടത്തുന്ന അതിന്റെ ഒരു രൂപരേഖയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് GC ലൂയിസ് പറയുന്നത്. അപ്പൊ ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായം. ബേസിക്കലി എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നിയമമാണ്, കുറെ കൂട്ടം നിയമങ്ങളാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്സ് ആണ്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാന എയിം എന്ന് പറയുന്നത് എന്താണ്? മേക്കിംഗ് എ ഗവൺമെന്റ് ത്രൂ ലോ ആൻഡ് എൻഷുർ ദ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷനെ വിലയിരുത്താൻ സാധിക്കുന്നത്? മേക്കിംഗ് എ ഗവൺമെന്റ് ത്രൂ ലോ, നിയമത്തിലൂടെ ഒരു ഗവൺമെന്റിനെ രൂപീകരിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ വെൽഫെയറും രാജ്യത്തിന്റെ പുരോഗതിയും നിർണ്ണയിക്കുക എന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് പറയാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒന്ന്, ഇറ്റ്സ് എ ഫണ്ടമെന്റൽ പോളിസി. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന തത്വം അല്ലെങ്കിൽ പ്രാഥമിക തത്വങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. ഫണ്ടമെന്റൽ പോളിസിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിന്റെ ഫണ്ടമെന്റൽ പോളിസി. ദെൻ അതിലെന്തൊക്കെ ഉണ്ട്? ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ടായിരിക്കും. ഒരു നിയമനിർമ്മാണ സഭയും അതുപോലെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു നിയമവ്യവസ്ഥയും ഒരു ജുഡീഷ്യൽ സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കും. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ ആൻഡ് റിലേഷൻ, ഒരു ഭരണവ്യവസ്ഥയും അത് തമ്മിലുള്ള ബന്ധങ്ങളും ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ടാവും. കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് പ്രധാനപ്പെട്ട ഒന്നാണ്, ഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധവും. പിന്നെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ടത് റോൾ ഓഫ് ഗവൺമെന്റ്, ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഗവൺമെന്റിന്റെ റോൾ എന്തായിരിക്കും എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയണം. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് സെന്റേഴ്സ് എല്ലാം കറക്റ്റ് രീതിയിലായിരിക്കണം നടപ്പിലാക്കണം. ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിനും അതിൻ്റെതായ പദവികൾ ഉണ്ടായിരിക്കും, അത് കറക്റ്റായിട്ട് നടപ്പിലാക്കി പോകണം. ദെൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണവ്യവസ്ഥ ഉറപ്പുവരുത്തണം കോൺസ്റ്റിറ്റ്യൂഷൻ. ഉത്തരവാദിത്തപ്പെട്ട ഭരണവ്യവസ്ഥ ഉറപ്പുവരുത്തണം. ദെൻ ഗവൺമെന്റിന്റെ എയിംസ് ആൻഡ് പോളിസീസ് എന്തായിരിക്കണം, ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്ന് കൃത്യമായിട്ട് ഭരണഘടന വ്യക്തമാക്കണം. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്,
ഒരു മനുഷ്യന്റെ, ഒരു സിറ്റിസന്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉൾക്കൊള്ളിക്കുന്നു. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് കൃത്യമായിട്ട് നടപ്പിലാവുന്നുണ്ടോ എന്ന് നടപ്പിലാക്കാനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത്. ടു പ്രൊട്ടക്ട് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എന്താണ്? സുപ്രീം പവർ ആർക്കാണ്? ജനങ്ങൾക്കാണ്. സുപ്രീം പവർ ടു പീപ്പിൾ, ജനങ്ങൾക്കാണ് സുപ്രീം പവർ. ഇനി ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ ചോയ്സ് ചെയ്യാനുള്ള റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫെഡറൽ സിസ്റ്റത്തിനെ തീരുമാനിക്കുന്നത് ഭരണഘടനയാണ്. ഫെഡറൽ സിസ്റ്റത്തിനെ തീരുമാനിക്കുന്നത് ഭരണഘടനയാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻമെന്റ്സ്, ഭേദഗതികൾ, അതിനെക്കുറിച്ച് ഭരണഘടനയിൽ തന്നെ വ്യക്തമാക്കിയിരിക്കണം. ദെൻ രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റി ആൻഡ് സസ്റ്റൈനബിൾ സൊസൈറ്റി എങ്ങനെയായിരിക്കണം? ഇന്റഗ്രിറ്റി, യൂണിറ്റി, ഐക്യം, ഉയർച്ച, സുസ്ഥിരമായിട്ടുള്ള വികസനം, ഈ കാര്യങ്ങളൊക്കെ ഭരണഘടനയിൽ വ്യക്തമാക്കണം. ദെൻ ഭരണഘടന ഏറ്റവും പ്രധാനമായിട്ട് ഒരു രാജ്യത്ത് പിന്നോക്കാവസ്ഥ നേരിടുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ, അതൊരു മൈനോറിറ്റി ഗ്രൂപ്പായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന സംരക്ഷണവും അവരെങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം, മുന്നോട്ട് കൊണ്ടുവരണം എന്ന കാര്യങ്ങളും ഭരണഘടന ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇതെല്ലാമാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ ഒരു നല്ലതാണ് പറഞ്ഞത്, ഫോർ ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ആൻഡ് ദി ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി. അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുക്കുന്ന പോളിസീസ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമായിരിക്കും. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിരിക്കുക. അതൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടും പറയുന്നത്. അപ്പൊ ഇതാണ് ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.